സോ ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ ക്ലാസ് 4 അല്ലെ, സെഷൻ 4 ആണ് സീക്രട്ട് മൗണ്ടന്റെ. 2 ദിവസം ഗ്യാപ്പൊക്കെ ആയപ്പോഴേക്ക് എല്ലാവരും ഓരോ വഴിക്ക് കുറെ പേര് പോയി തോന്നുന്നു. ആ ഒരു മൊമെന്റം വന്നതിൽ ഒരു ഗ്യാപ്പ് വന്നപ്പം കുറച്ചൊന്ന് വിട്ടു തോന്നുന്നു, കുറച്ചൊരു മറന്നു തോന്നുന്നു. പക്ഷെ പൊതുവെ ഒരു 23 പേരൊക്കെ അല്ലേ അറ്റൻഡ് ചെയ്യാറുള്ള ലൈവായിട്ട്. ഇന്നൊരു 15 പേരാണ് മൊത്തത്തില് ലൈവില് കാണിക്കുന്നത്, ഇൻക്ലൂഡിങ് മീ. ഐ തിങ്ക് അപ്പം ഇൻക്ലൂഡിങ് മീ ബേസിക്കലി 22 പേരായിരുന്നു ഉണ്ടാവാറ് അല്ലേ. അപ്പം ഓക്കെ, സോ എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ അതിങ്ങനെ പെൻഡിങ് ആയിട്ട് അവിടെ അങ്ങ് കിടന്ന് പോവുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാം, പിന്നീട് നിങ്ങൾ അത് മര്യാദയ്ക്ക് കാണുകയില്ല, അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയില്ല. അപ്പൊ നിങ്ങൾ ലൈവ് കണ്ടില്ലെങ്കിൽ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റെക്കോർഡ് കാണുമ്പം നിങ്ങൾ ചിന്തിക്കണം എന്നില്ല, നിങ്ങൾ അതിങ്ങനെ കണ്ടു തീർക്കാം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ഇരിക്കുക. അപ്പൊ അതില് അർത്ഥമില്ല. റെക്കോർഡ് കൊടുക്കുന്നത് ബേസിക്കലി റെക്കോർഡറായിട്ട് പിന്നീട് കാണാൻ പറ്റിയിട്ടല്ല. ബേസിക്കലി നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇനി ഇൻ കേസ് ഒരു രീതിയിലും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കാണാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് രണ്ടാമൂന്നുകൂടി കാണണം എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ മാക്സിമം റെക്കോർഡ് കാണുന്നതിൽ കൊണ്ട് വലിയൊരു ഗുണം ഉണ്ടാവാൻ ചാൻസസ് ഇല്ല, വെറുതെ കണ്ടുപോകുന്നതുകൊണ്ട് കേട്ടോ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമാണ് ഇതിനകത്ത് ഗുണം, അതല്ലാതെ ഇതിനകത്ത് വലിയൊരു ഗുണമൊന്നും അല്ലെങ്കിൽ ബേസിക്കലി വെറുതെ റെക്കോർഡ് വീഡിയോ പോലെ കണ്ടുകൊണ്ട് ഒരു ഗുണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നിങ്ങളും എന്ത് ചെയ്യണം, അതേപോലെയൊക്കെ ചിന്തിച്ച് നിങ്ങൾ ചെയ്യണം. പക്ഷെ പൊതുവെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ മെത്തേഡ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സേഫ് ബെറ്റ്സ് ആണ്. സേഫ് ബെറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മാക്സിമം പോസിബിലിറ്റിയുടെ ഒരു കൃത്യം ഓപ്പോസിറ്റ് ആണ് ബേസിക്കലി സേഫ് ബെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോറി, എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആണ് സേഫ് ബെറ്റ് എന്ന് പറയുന്നത്. അതായത് മാക്സിമം പോസിബിലിറ്റീസ്. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്താ കണ്ടത്, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നു, പോസിബിലിറ്റീസിനെ ഒഴിവാക്കുക, ഉള്ള ഉത്തരങ്ങൾ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എത്രത്തോളം ഉത്തരത്തിലേക്ക് എടുക്കാൻ പറ്റും എന്നുള്ള മാക്സിമം പോസിബിലിറ്റികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം മാക്സിമം പോസിബിലിറ്റീസ് കുറച്ചുകൂടി പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു എലിമിനേഷൻ ടെക്നിക്കാണ് ബേസിക്കലി സേഫ് ബെറ്റ് എന്ന് പറയുന്നത്. ഒരു എലിമിനേഷൻ ടെക്നിക്ക് തന്നെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊന്നും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാനില്ല. ബേസിക്കലി നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് പോസിബിലിറ്റീസ് കണ്ടെത്താനാണ് നിങ്ങൾക്ക് പറ്റുക. അപ്പം പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് എത്രത്തോളം ഒരു സാധനം വരുമ്പം അതിന്റെ മാക്സിമം പോസിബിലിറ്റി എടുക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ പോസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പം എന്തുകൊണ്ട് പോസിബിലിറ്റി എടുക്കണം, അല്ലെങ്കിൽ മാക്സിമം പോസിബിലിറ്റി എങ്ങനെ എടുക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇതിനകത്ത് ബേസിക്കലി പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണുന്നത്, ഇപ്പം വേർഡ്സ് ലൈക്ക് ജനറലി എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ജനറലി എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ കുറച്ചുകൂടി പോസിബിൾ ആക്കി കളഞ്ഞു അല്ലെ. അല്ലെങ്കിൽ കുറെ സാധനങ്ങൾ വരുന്നതായിരിക്കും, ജനറൽ ആണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനത്തെ പറ്റി അല്ല പറയുന്നത്, വളരെ ജനറൽ ആയിട്ടുള്ള ഒരു സാധനത്തെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ ജനറൽ ആയിട്ടൊരു കാര്യം പറയുമ്പം ഓട്ടോമാറ്റിക്കലി അതിന്റെ ആൻസർ വളരെ ജനറൽ ആയിരിക്കും. ദാറ്റ് മീൻസ് വളരെ ലൂസൻഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓപ്ഷൻസ് ഫ്രെയിം ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ അപ്പൊ അതിനകത്തുള്ള പോസിബിലിറ്റീസും എന്തായിരിക്കും, ഒരു ലാർജ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അല്ലെങ്കിൽ മേ ഇൻക്ലൂഡ് എന്ന് പറയുമ്പം ഈവൻ ഒരു ചാൻസ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ചിലപ്പോൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, പക്ഷെ പോസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. ക്യാൻ ബി അസോസിയേറ്റഡ്, ടെക്നോളജിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ക്യാൻ ബി എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, കാൽക്കുലേറ്റഡ് ആധാർ ക്യാൻ ബി ഇന്റഗ്രേറ്റഡ് ടു കാൽക്കുലേറ്റർ എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കാൽക്കുലേറ്ററിൽ എങ്ങനെ നമ്മൾ ഇതുവരെ ആധാർ കണ്ടിട്ടില്ല, പക്ഷെ ഇറ്റ് സെഡ് ദാറ്റ് ആധാർ ക്യാൻ ബി ഇന്റഗ്രേറ്റഡ് ടു ആധാർ ക്യാൻ ബി ഇന്റഗ്രേറ്റഡ് വിത്ത് കാൽക്കുലേറ്റർ. അപ്പൊ കാൽക്കുലേറ്ററിൽ നമ്മൾ ഇന്നേ വരെ ചിലപ്പം നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇനി അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇന്നേ വരെ നമ്മൾ എന്തെങ്കിലും ആധാർ ലോക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആധാർ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേറ്റർ കണ്ടിട്ടില്ല. പക്ഷെ എന്താണ്, ക്യാൻ ബി ആണ്, പോസിബിലിറ്റി ഉണ്ട്. ആധാർ നമ്പർ ലിങ്ക് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ കാൽക്കുലേറ്റർ ഉണ്ടാകും, കാരണം ടെക്നോളജിയാണ്, പോസിബിലിറ്റീസ് കൂടുതലാണ്. സോ പോസിബിലിറ്റീസിന്റെ ആണ് ബേസിക്കലി സേഫ് ബെറ്റ് എന്ന് പറയുന്നത്. മാക്സിമം പോസിബിലിറ്റീസ് എടുക്കുക എന്നുള്ളതാണ്. ഇനി പോസിബിലിറ്റീസ്, പക്ഷേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പറഞ്ഞ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റിൽ. ഇപ്പൊ ഓൺലി, ഓൾവേസ്, നെവർ, എക്സ്ക്ലൂസീവ്, മസ്റ്റ്, ഇതൊക്കെ നോക്കിക്കേ, അവിടെ എന്ത് ചെയ്യുന്ന പോസിബിലിറ്റി കുറയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൺലി എന്ന് പറയുമ്പം നിങ്ങൾ ആലോചിക്കുന്ന അവിടെ പോസിബിലിറ്റീസ് പോയി. അവിടെ ആ പറഞ്ഞ എന്താണോ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്, ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ സാധനം മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നാണ് ഓൺലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പം അത് മാത്രം ഉണ്ടെങ്കിൽ ശരിയാവുമോ എന്നുള്ളതാണ് ഓൺലി പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് ഓഫ് സേഫ് ബെറ്റ് ആണ്. മാക്സിമം പോസിബിലിറ്റി അല്ല, ഇവിടെ എന്താണ്, എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സുകളാണ്. ഓൾവേസ്, എപ്പോഴും ശരിയാവണം, അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഒരു സിറ്റുവേഷനിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഓൾവേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ പോലും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. നെവർ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സ്ക്ലൂസീവ്ലി, മസ്റ്റ്, ഇതൊക്കെ എന്താണ്, അതിന്റെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. അഗെയിൻ നമ്മളെ കോഷൻ എന്താണ്, ബേസിക്കലി ഇതൊന്നും വെറുതെ എന്താവരുത്, നിങ്ങൾ വെറുതെ ഈ വേർഡ് കണ്ടുകൊണ്ട് ഒരിക്കലും പോയിട്ട് എന്ത് ചെയ്യരുത്, എലിമിനേറ്റ് ചെയ്യരുത്. ചിലപ്പം എന്താണ്, ഫാക്ച്വൽ കോൺട്രാഡിക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് എപ്പോഴും നോക്കണം. ഇനി സേഫ് ബെറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ആദ്യം തന്നെ പോയിട്ട് ഇതെല്ലാം പോസിബിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആദ്യം എടുക്കലല്ല.
സേഫ് ബെറ്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും അവസാനം നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു പോസിബിൾ മെത്തേഡാണ് സേഫ് ബെറ്റ് എന്ന് പറയുന്നത്. അതായത് വൈൽ റീഡിങ് ക്വസ്റ്റ്യൻ വേറെ എല്ലാ ടെക്നിക്സുകളും നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഏറ്റവും അവസാനം മാത്രമാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യുക, സേഫ് ബെറ്റ് എൻഷുർ ചെയ്യുക. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് തന്നെയാണ് ഡയറക്ട്ലി. പക്ഷെ itself is not the first strategy to use. ആദ്യം തന്നെ നിങ്ങൾ പോയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം തന്നെ ഇതാണ് സേഫ് ബെറ്റ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും അവസാനത്തേക്ക് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത്. കാരണം ആദ്യം തന്നെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മാക്സിമം പോസിബിലിറ്റി, അതിന് മുന്നേ നിങ്ങൾ എന്ത് നോക്കണം, കോൺട്രാഡിക്ഷൻസ് ഉണ്ടോ, ഇതിനകത്ത് എക്സ്ട്രീമിറ്റി ഉണ്ടോ, ഇതിനകത്ത് വേർഡ് തമ്മിൽ എക്സ്പാൻഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധം വരുന്നുണ്ടോ, സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടോ, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഇതിന്റെ കോണ്ടെക്സ്റ്റും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സേഫ് ബെറ്റ് സ്ട്രാറ്റജിയിലേക്ക് പോകാൻ പാടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്നുള്ളത് ഇതിനകത്തുള്ളത് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് ഇതിനകത്ത് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയേ. വിത്ത് റെഫറൻസ് ടു സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് പോസിബിൾ ടു മേക്ക് പേയ്മെന്റ് ഇൻ എ ഡിജിറ്റൽ കറൻസി വിത്തൗട്ട് യൂസിംഗ് US dollar or SWIFT system. A digital currency can be distributed with a condition programmed into such a time frame for spending it. ഇത് രണ്ടും ചോദിച്ച് നോക്കിയിട്ട് ഇതുകൊണ്ട് ഇതിനകത്ത് ഏതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും നോക്കി. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ആദ്യം എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ്മെന്റ് 1 എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നവരൊന്ന് ഇത് തരുമോ, തംസ് വരുമോ? സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 1 എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നവര് 1 എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂ അല്ലെ? ഓക്കെ, എന്തുകൊണ്ടാണ് നന്ദ? 1 ഇയറോ? മോസ്റ്റ്ലി നന്ദന്റെ അവിടെ 2 ഡിവൈസ് ഓൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ഡിവൈസിൽ വരുന്ന വോയിസ് മറ്റേ ഡിവൈസിലൂടെ കയറി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ എക്കോ അടിക്കുന്നതെന്ന് തോന്നുന്നു. Again, a elimination technique. Guess. Okay, it can be. Okay. വേറെ ആരെങ്കിലും എലിമിനേറ്റ് ചെയ്ത് രണ്ടാം സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നവര്? ആരുമില്ല അല്ലെ? ഓക്കെ, പറഞ്ഞോട്ടെ. പറഞ്ഞോ സാർ. സ്ക്രീനിൽ എനിക്ക് ടൈപ്പ് ചെയ്യാൻ വയ്യുന്നോണ്ട് ഫോണിലും കൂടി കേറിയതാ. സോറി സാർ. സാർ എനിക്ക് തോന്നുന്നു ഈ നമുക്ക് പേയ്മെന്റ്സ് വിത്തൗട്ട് യൂസിങ് US dollar SWIFT സിസ്റ്റം എന്ന് പറയുന്നല്ലോ, വേറെ പലതും ഉണ്ടായിരിക്കാം. US dollar SWIFT സിസ്റ്റം അല്ലാതെ തന്നെ വേറെയും പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയോ ആവുമല്ലേ? ശരിയാ? അയ്യോ ശരിയാവും. സോറി, അയ്യോ ഞാൻ പറഞ്ഞു നീ തിരിഞ്ഞുപോയി. അയ്യോ അപ്പം എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോറി. നേരത്തെ വിത്തോട്ട് ഞാൻ കണ്ടില്ല. ഇത്ര ശ്രദ്ധിക്കണം, ഫോണിൽ മാറിപ്പോയതാ. അപ്പൊ both 1 and 2 ആയിരിക്കും വരിക. Thank you. So it is possible to make payment in a digital currency and you don't have to worry about anything. നിങ്ങൾ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും നിങ്ങൾ സമയങ്ങളാണ്, നിങ്ങൾ കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ടു മേക്ക് പേയ്മെന്റ്സ് ഇൻ എ ഡിജിറ്റൽ കറൻസി വിത്തൗട്ട് യൂസിങ് US dollar or SWIFT സിസ്റ്റം. ഇവിടെ പറഞ്ഞതിൽ ഫസ്റ്റ് പോസിബിലിറ്റി എന്താ? ഫസ്റ്റ് പോസിബിൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇത് എന്തായാലും സംഭവിക്കുന്നു പറഞ്ഞില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ നോക്കും നമ്മൾ. വേർഡ്സ് നോക്കുമ്പോൾ ഇതെന്താണ്? മേ ബി അല്ലെങ്കിൽ ക്യാൻ ബി എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഒരു പോസിബിലിറ്റി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അല്ലെ? ടു മച്ച് പോസിബിലിറ്റി. ആൻഡ് മേക്ക് പേയ്മെന്റ് ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞാൽ, ഡിജിറ്റൽ കറൻസി നിങ്ങൾക്ക് അറിയാം, മിഡിൽ മാൻമാർ എപ്പോഴും എന്ത് ചെയ്യും? ഡിജിറ്റൽ കറൻസി വരുമ്പോൾ മിഡിൽ മാൻ എപ്പോഴും കുറയില്ല, ഡിജിറ്റൽ ആണ്. അപ്പൊ വീണ്ടും മാക്സിമം പോസിബിലിറ്റി ഇവിടെ വന്നു. ഡിജിറ്റൽ കറൻസി ആയതുകൊണ്ട് ടെക്നോളജിയാണ്. ആൻഡ് 2 സാധനങ്ങൾ വേണ്ട എന്നാണ് പറയുന്നത്. രണ്ടും ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. രണ്ടും വേണ്ട, വിത്തൗട്ട് ചെയ്യാനുള്ള മസ്റ്റ് ആയിട്ടൊന്ന് പോലും പറയുന്നില്ല, പോസിബിൾ ആണെന്നേ പറയുന്നുള്ളൂ. അതുകൊണ്ട് എന്തായിരിക്കും ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും. രണ്ടാം സ്റ്റേറ്റ്മെന്റ് എന്താ? ഡിജിറ്റൽ കറൻസി ക്യാൻ ബി distributed with a condition programmed into it such as time and frame of spending it. എപ്പോൾ സ്പെൻഡ് ചെയ്യണം, എപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പോലെ ഒരു ടൈം ഫ്രെയിം വെച്ചിട്ട് ഡിജിറ്റൽ കറൻസി ആണെങ്കിൽ ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറയാൻ പറ്റും.
അതും പോസിബിൾ അല്ലേ? ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് ഡിജിറ്റൽ കറൻസി നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങളോട് പറയാണ്, ഓക്കെ, അരി മേടിക്കാൻ മാത്രം അല്ലെങ്കിൽ റേഷൻ കടയിൽ മാത്രം ഈ കറൻസി എന്താവുള്ളൂ, ക്രെഡിറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇത് പേയ്മെന്റ് ആവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു കോയിൻസ്, ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ പേയിലൊക്കെ നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്ന പോലെ കോയിൻസ് ശേഖരിച്ച് വെക്കാം. ആ കോയിൻസ് പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറ്റുന്ന ഈ സ്ഥലങ്ങളിൽ മാത്രം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ വേണമെങ്കിൽ പ്രോഗ്രാം ചെയ്തുകൂടെ? ടെക്നോളജി അല്ലേ, എനിത്തിങ് ക്യാൻ ബി പ്രോഗ്രാംഡ് അല്ലേ? ഇത് എങ്ങനെ വേണമെങ്കിലും ഡിജിറ്റൽ കറൻസി ആയതുകൊണ്ട് പ്രോഗ്രാം ചെയ്ത് വെക്കാൻ പറ്റും. അതും എന്താണ്, മാക്സിമം പോസിബിലിറ്റി ആണ്. ഇവിടെ 2 ഓപ്ഷൻ എന്തില്ല, തെറ്റില്ല. ഉത്തരം എന്തായിരിക്കും? സി ആയിരിക്കില്ലേ? 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയ എത്ര പേരുണ്ട്? ഒന്ന് തംസപ്പ് തന്നെ. ഓക്കെ, അങ്ങനെ തന്നെയാണ്. അപ്പൊ പ്രശ്നമില്ല, റെഡി. അങ്ങനെയാണ് ഇതൊന്നും നോക്കി. ഇൻ ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ട്രേഡ് ഇൻ കോർപ്പറേറ്റ് ബോണ്ട്സ് ആൻഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്? ഇതിൽ ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കിക്കേ. ഇതിൽ ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? ആർക്കൊക്കെ ഫോളോയിങ് ക്യാൻ ട്രേഡ് ഇൻ കോർപ്പറേറ്റ് ബോണ്ട്സ് ആൻഡ് ഗവൺമെന്റ് സെക്യൂരിറ്റി? ആർക്കൊക്കെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലും കോർപ്പറേറ്റ് ബോണ്ട്സിലും ട്രേഡ് ചെയ്യാം എന്നേ പറയുന്നുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യാന്ന് പോലും ചോദിച്ചിട്ട് ട്രേഡ് ചെയ്യാം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം എന്നുള്ളതല്ലേ? അപ്പൊ വിൽക്കുകയും വാങ്ങുകയും, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കുകയും വാങ്ങുകയും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ആരൊക്കെ? ട്രേഡ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഗവൺമെന്റിന്റെ പോലും അല്ല ആദ്യം മേടിക്കുക. ട്രേഡ് ചെയ്യുന്ന ആരായിരിക്കും? ഓൾറെഡി ഒരു ബയ്യറിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡിംഗ് നടത്തുക. ബയ്യർ വേറൊരാൾക്ക് കൊടുക്കുന്നു, ഇയാൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ബയ്യർ ആവുന്നു, അപ്പൊ ഇയാൾ വേറൊരാൾക്ക് കൊടുക്കുന്നു, അല്ലെ? അങ്ങനെയായിരിക്കും ബേസിക്കലി എന്ത് ചെയ്യുക, മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട്? 3 പോസിബിൾ അല്ലേ? 1, 2, 3. ഇവിടെ നമ്മൾ എന്താ എടുത്തത്? മാക്സിമം പോസിബിലിറ്റീസ് ആണ് നമ്മൾ എടുത്തത് അല്ലെ? എല്ലാ സാധനവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഇൻഷുറൻസ് കമ്പനി, ഇനി ആലോചിച്ച് നോക്കിയേ, ഇവിടെ എന്തായാലും അറ്റ്ലീസ്റ്റ് 2 ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി ഒന്നും ടെക്നിക്കലി അറിയില്ലാത്ത ആളുകൾ ആലോചിച്ച് നോക്കുക. അറ്റ്ലീസ്റ്റ് 2 ശരിയാണ്. 2 ശരിയാവുമ്പം ഇതിനകത്ത് നിങ്ങൾ ഒന്ന് ക്ലബ് ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കേ, നിങ്ങൾക്ക് ഇനി ഒന്നും അറിയില്ല, പെൻഷൻ ഫണ്ട്, ഇൻഷുറൻസ് ഫണ്ട്, റീറ്റെയിൽ ഇൻവെസ്റ്റർ, ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ, അറ്റ്ലീസ്റ്റ് 3 ശരിയാവണം, സോറി, അറ്റ്ലീസ്റ്റ് 2 ശരിയാവണം, പഴയ ടെക്നിക്ക്. അതിന്റെ അർത്ഥം ഇനി ഇതിനെ ക്ലബ് ചെയ്യാം. ക്ലബ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഏറ്റവും ക്ലബ് ചെയ്യാൻ പറ്റുന്ന 2 പറ്റും. നിങ്ങൾക്ക് ഉത്തരം അറിയാം, പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിൽ ഉപകാരപ്പെടുത്താനാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം. ഒന്നും അറിയില്ലെങ്കിൽ ഇതിപ്പോ നിങ്ങൾക്ക് ഭയങ്കര ഒബ്വിയസ് ചോയ്സ് ആണ്. ഒന്നും അറിയില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. നിങ്ങൾ ആലോചിക്കുക, ഇതിനകത്ത് ക്ലബ് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളൊന്ന് പറയാമോ? റിലേറ്റഡ് ആയിട്ട്, രണ്ടും ഒരു ക്ലോസ് ആയിട്ട് നിൽക്കുന്ന 2 പറയാമോ? 1 and 3. അതിനെക്കാട്ടും നല്ല ക്ലോസ് ആയി നിൽക്കുന്നതെന്ന് ആലോചിക്കുക. ഇൻഷുറൻസ് കമ്പനീസും പെൻഷൻ ഫണ്ട്സും, ബേസിക്കലി രണ്ടും, ഇൻഷുറൻസും പെൻഷൻസും ഒക്കെ എന്താണ്, ഒരു സെക്യൂരിറ്റി നെറ്റ്വർക്കുകളല്ലേ? ഓക്കെ, സോ ഇത് രണ്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലബ് ചെയ്യാം. ഇപ്പൊ 1 and 2 നിങ്ങൾ എന്തായാലും ക്ലബ് ചെയ്തു. റീറ്റെയിൽ ഇൻവെസ്റ്ററിന് എപ്പോഴും എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു കോമൺ സെൻസ് അല്ലേ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം പോസിബിലിറ്റി എടുക്കുവാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് 1 and 3 എന്തായാലും ഉത്തരം വരാൻ പറ്റില്ല, 2 and 3 ഉത്തരം വരാൻ പറ്റില്ല. പിന്നെ 1 and 2 1 and 2 and 3 മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ മാക്സിമം പോസിബിലിറ്റി എടുക്കുന്നതാണ് എന്ത് ചെയ്യുക, എപ്പോഴും നല്ലത് കേട്ടോ. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഈ 2 പോയി 1 and 2 1, 2, 3 എത്തി. റീറ്റെയിൽ ഇൻവെസ്റ്റർ വളരെ ജനറിക് ടേം ആണ്. നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം പോസിബിലിറ്റി വെച്ച് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. 2 രീതിയിലും എന്ത് ചെയ്യുക, ചിന്തിക്കുക കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്തു പോവാം. സിമ്പിൾ ആണ്. പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ. ഇതിനകത്തൊന്നും വലിയ ഡിസ്കസ് ചെയ്യാനില്ല. നന്ദ ഡി പറയുന്നു, മഞ്ജു ഡി പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. അല്ല സാർ, ഞാൻ ഓൾ 3 ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ, എന്താ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം. എങ്ങനെ ടൈപ്പിങ്ങിന്റെ ഇഷ്യൂ, കൈയുടെ പ്രശ്നം കൊണ്ടാണ് ലാപ്ടോപ്പ് കംഫർട്ടബിൾ ആവുന്നില്ല. സോറി, ഒരു പ്രശ്നമില്ല. ഓക്കെ, ബട്ടർഫ്ലൈസ്, ഫിഷ്, ഫ്രോക്സ്. നോക്കിക്കേ, സി അല്ലാതെ ആരും ഇല്ലല്ലോ. നോക്കി കുത്തണം കേട്ടോ. നിങ്ങൾ ഡി ആന്ന് വെച്ചിട്ട് ചാടിക്കറി UPSCക്കും ചിലപ്പോൾ തെറ്റ് പറ്റും. അങ്ങനെ തെറ്റ് പറ്റിയാൽ എന്ത് വിചാരിക്കണം? നേരെ ആകാശത്തൊക്കെ മേലോട്ട് നോക്കുക, ഒരു ചിരി ചിരിക്കുക. കാരണം ഒരു ക്വസ്റ്റ്യൻ തെറ്റുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പുറത്തു പോകില്ല, ബാക്കിയോട് തെറ്റിയാലേ പോകുള്ളൂ. പക്ഷെ ആ ടെൻഷനിൽ ബാക്കി നിങ്ങൾ തെറ്റിക്കും. അപ്പൊ ഇൻ കേസ് തെറ്റ് പറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞാലും ഫൈറ്റ് ഇറ്റ് ടിൽ ദി എൻഡ്. ഓക്കെ, ഡോണ്ട് വറി. ഒരു തെറ്റുകൊണ്ടൊന്നും ഒരു തെറ്റ് പറ്റില്ല കേട്ടോ. അപ്പൊ UPSCയിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ മാർക്ക് ചെയ്ത് പോകും. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ്, ജസ്റ്റ് എല്ലാവർക്കും ഉത്തരം അറിയാലോ, സി ആണ് ഉത്തരം. കാരണം എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് പോയിസണസ് സ്പീഷീസ് എമോങ് ദം എന്നേ ചോദിച്ചുള്ളൂ. സ്പീഷീസ് ആണ് അല്ലെ. ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് 1000+ സ്പീഷീസ് ഉണ്ടാവാം. ഫിഷ് എന്ന് പറയുന്നത് 1000+ സ്പീഷീസ് ഉണ്ടാവും. ഫ്രോക്സ് 1000+ സ്പീഷീസ് ഉണ്ടാവും. ഇതിനകത്ത് ഫിഷും ഫ്രോക്സും നിങ്ങൾക്ക് എന്തായാലും സംശയം ഉണ്ടാവില്ല. കാരണം ഫിഷിലും ഫ്രോക്സിലും വിഷമുള്ള ഫിഷും ഉണ്ട്, ഫ്രോക്സും ഉണ്ട്, നമുക്ക് നോർമലി നമുക്ക് അറിയാം. ബട്ടർഫ്ലൈസ് ആണ് പിന്നെയും നമ്മൾ പോയിസൺ ആയുള്ള ബട്ടർഫ്ലൈസ് നമ്മൾ കാണാത്തത്.
പക്ഷെ മാക്സിമം പോസിബിലിറ്റി ആണ്. ലോകത്ത് ഒരു ബട്ടർഫ്ലൈക്ക് വിഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എന്താവും? ശരിയാവും. അപ്പം ഒരെണ്ണം മതി, ഒരൊറ്റ ബട്ടർഫ്ലൈ എന്ത് ചെയ്യുന്നു? ഒരു പോയിസണസ്, എബോ ഹാവ് പോയിസണസ് എമോങ് ദ ഫിഷസ്. അതുകൊണ്ട് ഇതും എന്താവാനാണ് ചാൻസ്? മാക്സിമം പോസിബിലിറ്റി, മാക്സിമം ശരിയാവാനാണ് ഇതിന്റെയും ചാൻസ് കൂടുതൽ. ഓക്കെ, ഇനി ഇതൊന്ന് നോക്കിക്കേ. ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇതിനകത്തൊന്നും ഇതൊക്കെ ഭയങ്കര UPSC ഇട്ട് തരുന്ന എല്ലാ വർഷവും 2 ക്വസ്റ്റ്യൻ ഈ മാക്സിമം പോസിബിലിറ്റിയിൽ ഏറ്റവും സിമ്പിൾ ഇടും. ഏറ്റവും സിമ്പിൾ, അതായത് നിങ്ങൾ എന്തായാലും ശരിയാക്കണം, ഒരിക്കലും തെറ്റിക്കരുത് കേട്ടോ. 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, എല്ലാ വർഷവും 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഏറ്റവും സിമ്പിൾ. അതിലല്ലാതെ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പക്ഷെ 2 വളരെ സിമ്പിൾ. ഇതുപോലത്തെ സമ്മ്, നോ, അതായത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റിന്റെയും ഇത് വരും. ഇപ്പൊ നോ ബട്ടർഫ്ലൈ ആസ് പോയിസണസ് അങ്ങനെയും പറയാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതിന്റെ ഉത്തരം നോക്കിക്കേ. ഗ്രീൻ ഹൈഡ്രജൻ ഈസ് എക്സ്പെക്ടഡ് ടു പ്ലേ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഡീകാർബണൈസിംഗ് ഹൗ മെനി ഓഫ് ദി ഇൻഡസ്ട്രീസ്. ഏതൊക്കെ സെക്ടേഴ്സിൽ ഡീകാർബണൈസേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കാൻ പറ്റും. അതായത് എമിഷൻ കുറയ്ക്കാൻ ഗ്രീൻ ഹൈഡ്രജൻ എവിടേക്ക് ഉപയോഗിക്കാൻ പറ്റും? ഇനി ഞാൻ ഇതിനകത്ത് എന്തൊക്കെ ഇൻഡസ്ട്രി തന്നോ അതൊക്കെ ഇതിനകത്ത് വരില്ലേ? ട്രാൻസ്പോർട്ടേഷൻ, ഓക്കെ, ഓയിൽ പറഞ്ഞു, ഇലക്ട്രിസിറ്റി ജനറേഷൻ, സിമെന്റ് ഇൻഡസ്ട്രി. ഏത് ഇൻഡസ്ട്രി പറഞ്ഞു കഴിഞ്ഞാലും എന്തേ ചോദിച്ചിട്ടുള്ളൂ? സിഗ്നിഫിക്കന്റ് റോൾ വെച്ച് ഡീകാർബണൈസ് ചെയ്യാൻ പറ്റുന്നു. അതായത് എനർജി സോഴ്സ് ഉപയോഗിക്കുന്ന എല്ലാവരും അതെന്തിലേക്ക് മാറ്റിയാൽ മതി? ഗ്രീൻ എനർജി ആക്കിയ, ഗ്രീൻ ഹൈഡ്രജൻ ആക്കാൻ പറ്റുന്ന സെക്ടേഴ്സിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് സി അല്ല എന്ന് തോന്നി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് തംസപ്പ് വരും, ബാക്കിയുള്ളവരെ നോക്കണ്ട, സോ ദാറ്റ് വി ക്യാൻ ഡിസ്കസ്. ആരുമില്ലല്ലോ? ഓക്കെ, ദെൻ വിൽ മൂവ്. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അറിയുന്നതാണ്. ഗ്രീൻ ഹൈഡ്രജൻ ആണ് എക്സ്പെക്റ്റഡ് റോൾ. എവിടെയൊക്കെ ഉണ്ട്? എല്ലാ ഇൻഡസ്ട്രിയിലും എന്ത് ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് നോക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തതും ഗ്രീൻ ഹൈഡ്രജനെ പറ്റിയുള്ള 2 വർഷം അടുപ്പിച്ച് ഗ്രീൻ ഹൈഡ്രജനെ പറ്റി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ വർഷവും വീണ്ടും ഗ്രീൻ ഹൈഡ്രജൻ ഒക്കെ ചോദിക്കാം. ഭയങ്കര ന്യൂസിലുള്ള സാധനങ്ങളാണ് കേട്ടോ. ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജീസ്, പൊതുവെ ഭയങ്കര ന്യൂസിൽ ഉണ്ടാകുന്ന ടെക്നോളജി. ഡെവലപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ ഡെവലപ്പിംഗ്, ഒരു റെവല്യൂഷണറി ഡെവലപ്പിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജീസ് UPSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി ഇത് നോക്കിക്കേ, ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ള നോക്കി, ഇതിനകത്ത് ഏതൊക്കെയായിരിക്കും ഉത്തരം നോക്കിക്കേ. ഇനി ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, എങ്ങനെയായിരിക്കും ഇത് പ്രവർത്തിക്കുക? നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇതിനെ പോലെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് വേണമെങ്കിൽ ചിന്തിച്ച് കഴിഞ്ഞിട്ട് അത് ഓക്കെ ആണോ എന്ന് നോക്കിയാലും ഉത്തരം കിട്ടും. സംടൈംസ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല, ഈ ഗ്രീൻ ഹൈഡ്രജൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇത് എന്താ സാധനം എന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് അറിയുന്ന ഒരു സാധനം, ഇപ്പൊ ഗ്രീൻ ഹൈഡ്രജൻ പോലെ നിങ്ങൾക്ക് അറിയുന്ന മറ്റ് എനർജി സോഴ്സസുകൾ ഒന്ന് പറയാവോ ആരെങ്കിലും? അല്ലെങ്കിൽ എല്ലാവരും? ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പറയട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഗ്രീൻ ഹൈഡ്രജൻ പോലെയുള്ള ബാക്കി പാരലൽസ് ഒന്ന് പറയാമോ? എന്തൊക്കെയാവാം? ഗ്രീൻ ആവണമെന്നില്ല, മറ്റ് എനർജി സോഴ്സുകൾ, ഓൾട്ടർനേറ്റീവ് എനർജി സോഴ്സുകൾ. ഒരെണ്ണം ചിന്തിക്കാവോ? ഒരെണ്ണം. ഫ്യൂവൽ സെല്ല്, പിന്നെ കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള ഗ്യാസ് വേണേ പറഞ്ഞൂടെ? നിങ്ങൾ സാധാരണ ഗ്യാസ്, മീഥെയിൻ ഗ്യാസ്, ഇതൊക്കെ എന്താണ്? ഗ്രീൻ ഹൈഡ്രജൻ പോലെ തന്നെ ഏകദേശം സിമിലർ ഫോമിലുള്ള എനർജി സോഴ്സസുകളല്ലേ? ഓക്കെ, ഇനി ഇതിനകത്ത് നോക്കിയാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ബയോഗ്യാസ്, യെസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ടാ പറ്റാത്തെ? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഡയറക്ട്ലി ആസ് എ ഫ്യൂവൽ ഫോർ ഇന്റേണൽ കമ്പഷൻ. ഇന്റേണൽ കമ്പഷൻ എവിടെയാ വരുന്നത്? ഇപ്പൊ വണ്ടികളിലൊക്കെ അല്ലെ, കാറ്, അതായത് പെട്രോൾ കാറ് അല്ലെങ്കിൽ ബേസിക്കലി ഡീസല് അങ്ങനെയുള്ള എഞ്ചിൻ ഉപയോഗിച്ച് ഓടുന്ന സാധനങ്ങളിൽ കമ്പൻഷൻ വെച്ചിട്ടാണ് വണ്ടി എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ടായി വണ്ടി ഓടുന്നത്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു ഗ്രീൻ ഹൈഡ്രജൻ വെച്ചുള്ള വണ്ടി നിങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഗ്യാസ് വെച്ച് വണ്ടി ഓടുന്നുണ്ടല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും ഗ്രീൻ ഹൈഡ്രജൻ വെച്ച് വണ്ടി ഓടാം. പോസിബിലിറ്റി ആണ് പറയുന്നുള്ളൂ. ഇറ്റ് ക്യാൻ ബി, യെസ് ഇറ്റ് ക്യാൻ ബി ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ബ്ലെൻഡഡ് വിത്ത് നാച്ചുറൽ ഗ്യാസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഫോർ ഹീറ്റ് ഓർ പവർ ജനറേഷൻ. തെറ്റാൻ ചാൻസ് ഉണ്ടോ? ഇല്ലല്ലോ, തെറ്റാൻ ചാൻസ് ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നാച്ചുറൽ ഗ്യാസ് ആയിട്ടും ഹീറ്റ് ആയിട്ടും എനർജി ആയിട്ടും യൂസ് ചെയ്യാം. പൊതുവേ നമ്മൾ എനർജി എന്തിനാ യൂസ് ചെയ്യാം? ഒന്നുകിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ. അതിനാണല്ലോ എനർജീനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നാച്ചുറൽ ഗ്യാസുമായിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ക്യാൻ ബി ബ്ലെൻഡഡ് എന്നേ പറയുന്നുള്ളൂ.
അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നത്? മീഥേൻ പെട്രോളുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പല എനർജീസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി ബ്ലെൻഡഡ്. ഓക്കെ, ഇതിന്റെ എഫക്റ്റീവ്നെസ് നിങ്ങൾ ആലോചിക്കണ്ട, ഇതുകൊണ്ട് ഗുണമുണ്ടോന്നൊന്നും ആലോചിക്കണ്ട, അത് നമുക്ക് അറിയില്ല. പക്ഷെ ക്യാൻ ബി ബ്ലെൻഡഡ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ടു റൺ വെഹിക്കിൾ. ഇത് ശരിയായിരിക്കോ? ഇത് ശരിയാന്ന് പറയുന്നവരൊന്ന് സംസപ്പ് തന്നെ. എഗെയിൻ ഇറ്റ് ക്യാൻ ബി എന്നേ പറയുന്നുള്ളൂ. ഇനി അപ്പൊ അതും ശരിയാണ്. ഇനി ഈ 3 സ്റ്റേറ്റ്മെന്റിൽ ഇനി ഒന്നും അറിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്ലബ് ചെയ്യാൻ പറ്റുന്ന 2 സ്റ്റേറ്റ്മെന്റുകൾ പറയാമോ? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് തമ്മിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ക്ലബ് ചെയ്ത് വെക്കാം ഒരു സേഫ് സൈഡിന് വേണ്ടിയിട്ട്? ഇത് ശരിയാണോ? നിങ്ങൾ ഈ മാക്സിമം പോസിബിലിറ്റി എടുത്തു, അത് ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോറിലേഷൻ തോന്നുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാ? 1 and 3. 1 and 3 ക്യാൻ ബി ക്ലബ്ഡ് അല്ലെ? 1 and 3 എന്ത് ചെയ്യാൻ പറ്റും? ക്ലബ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ എന്താണ് ബേസിക്കലി 1 and 3 നോക്കിക്കേ. ഇവിടെ എന്താണ് കമ്പഷൻ, ഇവിടെ എന്താണ് വെഹിക്കിൾ. അപ്പൊ വെഹിക്കിൾ ഓടാൻ രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് എന്തായിരിക്കും? ഇത് രണ്ടും റിലേറ്റബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഒന്നും എങ്ങനെ പോയാലും നിങ്ങൾക്ക് 3 ഒറ്റയ്ക്ക് അടിക്കാം. ഇനി എടുക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളൊന്ന് ക്ലബ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ക്ലബായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. റിലേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇത് നേരത്തെ അതേ സ്റ്റേറ്റ്മെന്റുകളാണ്. നിങ്ങളൊന്ന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ മതി. ഉത്തരം ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ഉത്തരം തെറ്റാം. ഇതിനകത്ത് ചെറിയൊരു ക്യാച്ചി പോയിന്റ് ഉണ്ട്. അപ്പം നേരത്തെ പോലെ ബ്ലൈൻഡ് ആയിട്ട് ചെയ്യരുത്. ഓക്കെ, സി ആണ് ഉത്തരം എന്ന് പറയുന്നവരൊന്ന് തംസപ്പ് വരുമോ? ഓക്കെ, ഡി സി ആരും ഇല്ലേ അപ്പം? ഓക്കെ, ഡി ആണ് ഉത്തരം എന്ന് പറയുന്നവര്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. സോ ഡി തന്നെയാണ് ഉത്തരം. നിങ്ങൾ ഒന്ന് ആലോചിക്കാൻ വേണ്ടി, നിങ്ങൾ പെട്ടെന്ന് ബ്ലൈൻഡ് ആയി ശരിക്കും ഞാൻ പറഞ്ഞ തെറ്റുണ്ട്. ഓക്കെ, സം മഷ്റൂംസ് ആർ മെഡിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെ? സം എന്നേ പറയുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒന്നിന് ആയാൽ മതി. സം മഷ്റൂംസ് ആർ സൈക്കോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ്. അത് നിങ്ങൾക്ക് എന്നെക്കാട്ടും നല്ലോണം അറിയായിരിക്കും. പിന്നെ സം മഷ്റൂംസ് ഹാവ് ഇൻസ്റ്ററ്റിക്കൽ പ്രോപ്പർട്ടീസ്. സം മഷ്റൂം ഹാവ് ബയോ ലുമിനസെന്റ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഏതെങ്കിലുമൊക്കെ മഷ്റൂമിന് എന്തെങ്കിലുമൊക്കെ എന്തായിരിക്കും വന്നിട്ടുണ്ടാവും അല്ലെ? ഇതിൽ കുറച്ചൊക്കെ നമുക്ക് തന്നെ അറിയാം. മെഡിക്കൽ പ്രോപ്പർട്ടീസ് എന്തായാലും നമുക്കറിയാം. ഇത് കൊടൈക്കനാൽ പോയവർക്ക് എല്ലാവർക്കും അറിയാം. മഷ്റൂംസ് ഹാവ് ഇൻസെക്ടൽ പ്രോപ്പർട്ടീസും നമുക്ക് ബേസിക്കലി നമ്മൾ ജനറൽ ആയിട്ട് കാണുന്ന സാധനങ്ങളാണ്. ബയോ എലിമെന്റ് ബേസിക്കലി രാത്രിയൊക്കെ നിങ്ങൾ ചില മഷ്റൂം ചില സ്ഥലങ്ങളിലൊക്കെ തിളങ്ങുന്നതൊക്കെ നിങ്ങൾ എന്തുണ്ടാവും? കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ഓൾ ദി എബോ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇനി ഇതൊന്ന് നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതിന്റെ ഉത്തരത്തിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ എലിമിനേറ്റ് ചെയ്യാം എന്നൊന്ന് നോക്കിക്കേ. ഓൾ 3 ആണെന്ന് പറയുന്നു കുറച്ച് ആളുകൾ. സി പറയുന്നു. സെയിം നേരത്തെ പോലെ തന്നെ എല്ലാ വർഷവും ഇങ്ങനത്തെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 മാർക്കാണ് കേട്ടോ. ഇത് മാത്രം തെറ്റിക്കരുത്. നിങ്ങൾ എന്ത് തെറ്റിച്ചാലും ഏറ്റവും ബേസിക് ആണ് കേട്ടോ. എല്ലാവർക്കും സി അല്ലാത്ത ആരും ഇല്ലല്ലോ. വായിച്ചു തീരാത്തവരൊന്ന് വായിച്ചു തീർന്നേ. പതുക്കെ വായിച്ചാൽ മതി. ശ്രദ്ധിച്ച് വായിക്കണം. സ്പീഡിൽ വായിച്ച് ശീലിച്ച് കഴിഞ്ഞ് പിന്നെ എപ്പോഴും സ്പീഡായി പോകും. സൂക്ഷിച്ച് വായിച്ചാൽ മതി, തെറ്റിക്കരുത്. സം മൈക്രോ ഓർഗാനിസം ക്യാൻ ഗ്രോ ഇൻ എൻവയോൺമെന്റ് വിത്ത് ടെമ്പറേച്ചർ എബോവ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ആവാം. മൈക്രോ ഓർഗാനിസംസ് ആർ വെരി സ്മോൾ. സോ അതിന് നമ്മളെ പോലെ അത്രത്തോളം സർവൈവ് ചെയ്യണമെന്നില്ല അല്ലെ? അപ്പൊ ബോയിലിംഗ് പോയിന്റ് ഒരു സമ്മേ പറയുന്നുള്ളൂ. നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, പക്ഷെ ഉണ്ടാവാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം എക്സ്ട്രീം സിറ്റുവേഷൻസ് അല്ലേ? ടെമ്പറേച്ചർ വിത്ത് ഫ്രീസിംഗ് പോയിന്റ്, അനദർ എക്സ്ട്രീം പോയിന്റ്, ഇതും അനദർ എക്സ്ട്രീം പോയിന്റ്. അപ്പൊ നിങ്ങൾ ഇനി ഇതിനെ ക്ലബ് ചെയ്ത് നോക്കിക്കേ. 3ഉം ഒരേ നേച്ചർ അല്ലേ? കാരണം 3ഉം പറയുന്നത് എക്സ്ട്രീം പോയിന്റുകളിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് എന്ന് പറയുന്നതാണ്. 3ഉം തമ്മിൽ എന്താണ്? അറ്റ് വൺ ഗോ എന്താണ്? ക്ലബ്ഡ് സ്റ്റേറ്റ്മെന്റും ആണ്. 3ഉം പോസിബിലിറ്റീസ് ആയതുകൊണ്ട് വീണ്ടും എന്താണ്? ഓൾ 3 ആണ്. ഇനി അതൊന്നും നോക്കണ്ട, പക്ഷെ ഞാൻ ഐ ആം ഗിവിംഗ് യു മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ഓക്കെ, ഇത് നോക്കിക്കേ. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം? പതുക്കെ വായിച്ചാൽ മതി. വായിച്ചിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാമെന്ന് നോക്കിയിട്ട് പറയോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാമെന്ന് പറയുന്നു. ഓക്കെ, റീസൺ കൂടി പറയണേ.
കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഇപ്പൊ പറയണ്ട, ബാക്കിയുള്ളവരോട് ഒന്ന് വായിച്ചോട്ടെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാം എന്ന് പറയുന്നവരൊന്ന് തംസപ്പ് വരുമോ? മായ, നന്ദ. നിങ്ങൾ എന്നെ വിശ്വസിക്കരുത് കേട്ടോ, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയൂ കേട്ടോ. ബേസിക്കലി ഞാൻ അത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും. നിങ്ങളുടെ കോൺഫിഡൻസ് ആയിരിക്കണം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. ചില ആളുകൾ ഫസ്റ്റ് ഇൻറ്റ്യൂഷൻ എടുത്ത് മാർക്ക് ചെയ്യാൻ പോകുമ്പം എന്ന എ ആയിരിക്കില്ല ബി ആന്ന് വിചാരിച്ചിട്ട്, എന്നിട്ട് എ എന്തായിരിക്കും ശരിയായിരിക്കും. അപ്പം ബി വെരി സ്ട്രോങ് വിത്ത് യുവർ ഇൻറ്റ്യൂഷൻസ്. 2, ഇൻക്രീസിങ് ആൽക്കലൈനിറ്റി ഓഫ് ഓഷ്യൻസ് ബൈ ആഡിങ് ലൈം. ഇത് തെറ്റാന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഇത് ശരിയാന്ന് നിങ്ങൾ പറയുന്നത് അല്ലേ? 3-ാം സ്റ്റേറ്റ്മെന്റ്, ക്യാപ്ചറിങ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ബൈ വേരിയസ് ഇൻഡസ്ട്രീസ് ആൻഡ് പമ്പിംഗ് ഇൻ ടു അബണ്ടന്റ് സബ്സ്റ്ററേനിയൻ മൈൻസ് ഇൻ ദി ഫോം ഓഫ് കാർബണേറ്റഡ് വാട്ടർ. ഇത് ശരിയാന്ന് പറയുന്നവരോ? ഒരാൾ ഇത് ശരിയാന്ന് പറയുന്നു. ഓക്കെ, ഇതിനകത്ത് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ബാക്കിയുള്ളവര് ഒരു സ്റ്റേറ്റ്മെന്റും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. 3ഉം കറക്റ്റ് ആണെന്ന് പറയുന്നവരൊന്ന് തംസപ്പ് തന്നെ. 3ഉം കറക്റ്റ് ആണ്. ആരുമില്ലേ? അപ്പൊ ഇതിൽ ഏതാണ് ഉത്തരം എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുന്നാല്. ഇത് ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാലും നിങ്ങൾ എന്താ ചെയ്തതെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, ഡോക്ടർ നന്ദ ബി. ബാക്കിയുള്ളവര് പതുക്കെ ആലോചിച്ച് ചെയ്താൽ മതി. സമയം വേണോ? സമയം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് തന്നെ. ഓക്കെ, ടേക്ക് ടൈം. എന്തൊക്കെ നോക്കണം? എന്തൊക്കെ സേഫ് ബെറ്റ് എന്ന് പറയുന്ന ലാസ്റ്റ് ഓപ്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ എന്തൊക്കെയുണ്ട്? ഒരു വേർഡ് ക്വസ്റ്റ്യനിലുണ്ട്. സോ യു ക്യാൻ വേർഡ് എക്സ്പാൻഡ് ചെയ്യാം അല്ലേ? അപ്പൊ ആ വേർഡ് എക്സ്പാൻഷനിൽ നോക്കാം. കോണ്ടെക്സ്റ്റ് വെച്ച് നിങ്ങൾ നോക്കാം. കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കിയതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് അത് പോസിറ്റീവ് ആവുന്നുണ്ട്, അതിന്റെ ഓരോ ഫീച്ചേഴ്സും നോക്കുക. ഓരോ സ്റ്റേറ്റ്മെന്റിന്റെയും 3 കാര്യങ്ങളാണ്. ഇത് തമ്മിൽ ക്ലബ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ നോക്കാം. എവിടെയെങ്കിലും എക്സ്ട്രീമിറ്റി ഉണ്ടോ നോക്കാം അല്ലെ? എന്തെങ്കിലും ബേസിക് കോൺസെപ്റ്റുമായിട്ട് മിസ്മാച്ച് വരുന്നുണ്ടോ നോക്കാം. സ്റ്റേറ്റ്മെന്റ് നമ്മളിൽ കോൺട്രാഡിക്ടറി വരുന്നുണ്ടോ നോക്കാം. അതൊക്കെ വെച്ച് നോക്കാം. ഓക്കെ, ഫൈൻ. സോ ആൻസേഴ്സ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. കിട്ടിയ ആൻസേഴ്സ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ബാക്കിയുള്ളവര് എ ഉണ്ട്. ഓൺലി 1 സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. എ 17 പേരുണ്ട് ഇതിനകത്ത്. ഇത്രയും കമന്റ് വന്നാൽ പോരാട്ടോ. തെറ്റിക്കോട്ടെ, കമന്റ് ചെയ്യും. എ എന്തെല്ലാരും എ. ഓക്കെ, എ പറഞ്ഞോ. ഏത് സ്റ്റേറ്റ്മെന്റ് ശരി? ത്രീ ആണ് ശരി. 2 and 3 കറക്റ്റ് ആണെന്ന് പറയുന്നത് എന്താ? ഓക്കെ, ബാക്കിയുള്ളവര് ഏ സ്റ്റേറ്റ്മെന്റ് ആണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാന്ന് പറയുന്ന ഒരു തംസപ്പ് വരുമോ? ആരുമില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയുന്ന ഒരു തംസപ്പ് വരുമോ? ഓക്കെ സർ, അത് എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്തത് കൊണ്ട് അത് എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്നുള്ള ഒരു സംഭവമാണ്. ഒന്ന് നോക്കട്ടെ കേട്ടോ. 2-ാം സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ശരിയെന്ന് പറയുന്ന തംസപ്പ് വരുമോ? ഇല്ല. തെറ്റാന്ന് പറയുന്ന ഒരു തംസപ്പ് വരുമോ? ഓക്കെ. 3-ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയുന്ന ഒരു ഓക്കെ, ഇതിലേതാ? 3-ാം സ്റ്റേറ്റ്മെന്റ് ശരിയാന്ന് പറയുന്നവരൊന്ന് തംസപ്പ് വരുമോ? ഓക്കെ, തെറ്റാന്ന് പറയുന്ന ഒരു തംസപ്പ് വരുമോ? ആരുമില്ല. ഓക്കെ, അപ്പൊ ഇത് ശരിയാന്ന് നിങ്ങൾ പറയുന്നത്. ഇനി വായിക്കാം. ഹൗ മെനി ഓഫ് ദി അബോവ് ആക്ടിവിറ്റീസ് ആർ ഓഫൻ കൺസിഡർ ആസ് ഡിസ്കസ്ഡ് ഫോർ കാർബൺ ക്യാപ്ചർ ആൻഡ് സീക്വസ്ട്രേഷൻ? ഒന്ന് കാർബൺ ക്യാപ്ചർ, കാർബണിനെ ക്യാപ്ചർ ചെയ്യുന്നു. സീക്വസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി കാർബൺ എന്ത് ചെയ്യുന്നു? എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ? സ്റ്റോറിങ് കാർബൺ. കാർബൺ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഒന്നെങ്കിൽ നമ്മൾ വെള്ളത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, ലാൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, മരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി മണ്ണിന്റെ അടിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എവിടെ വേണമെങ്കിലും കാർബൺ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ കാർബണിനെ എവിടെന്നെങ്കിലൊക്കെ എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിലുള്ള കാർബണിനെയൊക്കെ പിടിച്ച് നമ്മൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഒരു കാർബൺ സീക്വസ്ട്രേഷന്റെ മെത്തേഡാണ് ബേസിക്കലി മരം നടുന്നത്. മരം നടുമ്പോൾ സ്വാഭാവികമായിട്ടും കാർബൺ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ കാർബൺ
സീക്വസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു സാധനം. ഇനി കാർബൺ സീക്വസ്ട്രേഷൻ സ്പ്രെഡിങ് ഫൈൻ ഗ്രൗണ്ട് ബസാൾട്ട് റോക്സ് ഓൺ ഫാം ലാൻഡ്സ് എക്സ്റ്റെൻസീവ്ലി എന്നുള്ള തെറ്റ് പറയാനുള്ള റീസൺ ഒരാൾ പറയുന്നത് എക്സ്റ്റെൻസീവ്ലി എന്ന് യൂസ് ചെയ്തുകൊണ്ടാണെന്ന് പറയുന്നു. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കേണ്ടത് ഇവിടുത്തെ കോണ്ടെക്സ്റ്റുമായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് നോക്കിക്കേ. വാട്ട് ഈസ് ബസാൾട്ട് എന്ന് നമുക്ക് ഇവിടെ എന്താന്ന് ഇപ്പൊ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ എവിടുന്ന് വന്നിട്ടില്ലല്ലോ. അതായത് നമുക്കൊരു എനർജി ഞാൻ അവിടെ നിർത്തട്ടെ. ബസാൾട്ട് നിങ്ങൾ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതേപോലെ വായിച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നു, ഇൻക്രീസിങ് ആൽക്കലിനിറ്റി ഓഫ് ഓഷ്യൻസ് ബൈ ആഡിങ് ലൈം. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ഒന്ന് പറയാമോ? രണ്ടാം സ്റ്റേറ്റ്മെന്റ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഓഷ്യന്റെ ആൽക്കലിനിറ്റി അല്ലെങ്കിൽ ആൽക്കലിനിറ്റി ഫീച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു ബൈ ആഡിങ് ലൈം. ലൈം എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ലൈം നിങ്ങളെല്ലാം നിങ്ങൾ വീട്ടിലൊക്കെ ചിലപ്പോൾ പൊടിച്ച് നീറ്റി കക്ക ഒക്കെ പൊടിച്ചിടുന്ന കണ്ടിട്ടില്ല മണ്ണില്? കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ, എന്തിനാണ് കക്ക പൊടിച്ചിടുന്നത്? അത് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. കക്ക പൊടിച്ചിടുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ബേസിക്കലി കക്ക നീറ്റിടുന്ന ബേസിക്കലി ലൈം ഇടുന്ന എന്താണ്? കാർബൺ ഹൈഡ്രേറ്റ് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങൾ ആലോചിച്ചു, ഇനി ഒന്നുമില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയൊരു ടെക്നിക്കൽ നോളജിനകത്ത് വേണം. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കലിനിറ്റി ഓഫ് ഓഷ്യൻ ഇത് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് നിങ്ങൾ അറിയേണ്ടതാണ് ഈ ബേസിക്കലി ഒരു വേർഡ്. ഇനി അറിയില്ലെങ്കിലും നിങ്ങൾ ആലോചിച്ചു, ആൽക്കലിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? pH എന്താണ് ബേസിക്കലി? വാട്ട് ഈസ് ആൽക്കൈൻ? കുറവാണോ കൂടുതലാണോ? കൂടുതലാണ്. pH കൂടുന്നതാണല്ലോ ബേസിക്കലി ആൽക്കലൈൻ. കുറയുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? pH കുറയുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? pH above 7 ആണെങ്കിൽ ആൽക്കലൈനും pH ബിലോ 7 ആണെങ്കിൽ അസിഡിറ്റി കൂടി വരുമല്ലോ ചെയ്യുന്നത്. ദിസ് ഈസ് കോമൺ കോൺസെപ്റ്റ് അല്ലേ? നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ആൽക്കലിനിറ്റി ഓഫ് സംതിങ് കൂടിക്കൊണ്ടിരിക്കുമ്പം അവിടെ എന്ത് കൂടും? ബേസിക്കലി അവിടെയുള്ള കാർബൺ ഹൈഡ്രേറ്റ് അറ്റ്മോസ്ഫിയറുമായിട്ട് പ്രവർത്തിച്ച് എന്ത് ചെയ്യുന്നു? കാർബണിനെ അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? സോ ഓഷ്യനില് ആൽക്കലിനിറ്റി അല്ലെ ഓഷ്യന്റെ പ്രശ്നം എന്താ? ഇനി ഓഷ്യന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? കോമൺ സെൻസ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം എന്താ ഓഷ്യന്റെ? നമ്മൾ എപ്പോഴും പറയുന്ന ടേം എന്താണ്? ഇൻക്രീസിങ് അസിഡിഫിക്കേഷൻ. എന്തുകൊണ്ടാണ് ഓഷ്യൻസ് അസിഡിഫിക്കേഷൻ സംഭവിക്കാനുള്ള റീസൺ? നിങ്ങൾ പഠിക്കുന്നത് വെറുതെ കാണാതെ പഠിക്കുന്നുണ്ടാ? എന്തുകൊണ്ടായിരിക്കും അസിഡിഫിക്കേഷൻ വരാനുള്ള റീസൺ? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ട് എന്തിനാ ഓഷ്യനിൽ അസിഡിഫിക്കേഷൻ വരുന്നത്? ഫോർ എക്സാമ്പിൾ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നു. അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് എന്ത് ചെയ്യുന്നു? ഓഷ്യൻ വാട്ടർ എന്ത് ചെയ്യുന്നു? കാർബൺ ഡയോക്സൈഡിനെ അബ്സോർവ് ചെയ്യുന്നു. ഓഷ്യന്റെ മുകളിൽ കാർബൺ ഡയോക്സൈഡിന്റെ പ്രഷർ കൂടില്ല. അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ് കൂടുതലല്ലേ? സ്വാഭാവികമായിട്ട് ഓഷ്യൻ വാട്ടറിൽ എന്ത് ചെയ്യുന്നു? അസിഡിഫിക്കേഷൻ കൂടുന്നു. അറ്റ്മോസ്ഫിയറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അസിഡിഫിക്കേഷൻ കൂടുന്നു. ദിസ് ഈസ് വാട്ട് അസിഡിഫിക്കേഷൻ ഓഫ് ഓഷ്യൻ. ദാറ്റ് മീൻസ് അസിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഓഷ്യൻ എന്ത് ചെയ്യുന്നു? കാർബൺ കുറെ ക്യാപ്ചർ ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അസിഡിറ്റി നേച്ചർ ഓഫ് ഓഷ്യൻ വരുന്നത്. അപ്പൊ കാർബൺ ഇനിയും കൂടുതൽ ഓഷ്യന് എടുക്കാൻ പറ്റുന്ന എന്നുണ്ടെങ്കിൽ അത് കാർബൺ സീക്വസ്ട്രേഷൻ അല്ലേ? അസിഡിഫിക്കേഷൻ ഓഫ് ഓഷ്യൻ എന്ന് പറയുന്നത് മീൻസ് ഞാനിപ്പോ ലോജിക്കിൽ നിന്ന് കുറച്ച് പുറത്തു പോവാണ്, കാരണം നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് പോകുന്നത്. ഒന്ന് ബേസിക്കലി അസിഡിഫിക്കേഷൻ ഓഫ് ഓഷ്യൻ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നു, അതിനകത്ത് കാർബൺ എന്ത് ചെയ്യുന്നു? അബ്സോർവ് ചെയ്ത് വെക്കുന്നു ഓഷ്യൻ. അപ്പം ബേസിക്കലി കാർബണിന്റെ അബ്സോർപ്ഷൻ കൂടുന്നതുകൊണ്ട് അല്ലെങ്കിൽ കാർബണിന്റെ അളവ് വെള്ളത്തിൽ കൂടുന്നതിനെയാണ് നമ്മൾ അസിഡിഫിക്കേഷൻ ഓഫ് ഓഷ്യൻ എന്ന് പറയാം. അത് ജനറൽ കോൺസെപ്റ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അസിഡിഫിക്കേഷൻ ഓഫ് ഓഷ്യൻ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കോമൺ ടേം ആണ്. ഓക്കെ, അപ്പം ഈ അസിഡിഫിക്കേഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് കൂട്ടിയാൽ മതി? ആൽക്കലിനിറ്റി നേച്ചർ കൂട്ടിയാൽ മതി അല്ലെ? അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? ഓഷ്യന് കൂടുതൽ സ്പേസ് ഉണ്ടാവും, കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാൻ. ഓക്കെ, ഇനി അതൊന്നും അറിയില്ലെങ്കിൽ ഇവിടെ ആൽക്കലൈൻ എന്ന് പറയുന്ന രണ്ട് കാര്യത്തിൽ ആൽക്കലൈൻ പറയുന്ന ക്ലബ് ചെയ്യാൻ പറ്റുന്ന എവിടെയെങ്കിലും ഉണ്ടോ? ഇനി ബസാൾട്ട് റോക്ക് എന്താ? വാട്ട് ഈസ് ബസാൾട്ട് റോക്ക്? ഇഗ്നിയസ് റോക്സ് ആണ്. ബസാൾട്ട് റോക്ക് അസിഡിക് ആണോ ബേസിക് ആണോ? ബേസിക് മീൻസ് ആൽക്കലൈൻ ആണോ? നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ്, ആ റോക്കിന്റെ പേര് എവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക? ബേസിക് ആണെങ്കിൽ അത് നോക്കിക്കേ,
ബസാൾട്ടിന്റെ മീനിങ് ബേസ്, ബസാൾട്ട് ബേസ് റോക്ക്. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്ലൈൻ. ബസാൾട്ടിന്റെ പേര് വന്നത് മനസ്സിലായോ? ബസാൾട്ട് എന്താണ്? അസിഡിക് റോക്ക് അല്ല, ഇറ്റ് ഈസ് എ ബേസിക് റോക്ക്. ബേസിക് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കൈന്റെ വേറൊരു പേരാണ് ബേസിക് അല്ലെ? ബേസിക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? pH കൂടുതലാണ്. ഗോട്ട് ദ പോയിന്റ്? ഓക്കെ. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയുന്നത് ഇൻക്രീസിങ് ആൽക്കലിനിറ്റി ആണ് പറയുന്നത്. രണ്ടിലും എന്താണ്? ബേസിക്കലി ഇൻക്രീസ് ആൽക്കലൈൻ. രണ്ടും നിങ്ങൾക്ക് ക്ലബ് ചെയ്തെടുക്കാൻ പറ്റും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആർക്കും തെറ്റുണ്ടാവില്ല, കാരണം ഡയറക്റ്റിനകത്ത് എന്താണ് കാർബൺ ക്യാപ്ചർ എന്നുള്ളത് ഡയറക്ട്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ. അതായത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ബൈ വേരിയസ് ഇൻഡസ്ട്രീസ് ആൻഡ് പമ്പിംഗ് ഇൻ ടു അബണ്ടന്റ് സബ്റ്ററൈൻ മൈൻസ് ഇൻ ദ ഫോം ഓഫ് കാർബണേറ്റഡ് വാട്ടർ. ഇപ്പൊ കാർബണിനെ പിടിച്ചു, ക്യാപ്ചർ ചെയ്തു, അത് പിടിച്ചിട്ട് വേറെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുന്നു, അത് എവിടെയെങ്കിലും ഒഴുക്കി കളയുന്നു എന്നാണ് പറയുന്നത് ബേസിക്കലി. അത് കറക്റ്റ് എന്നാണ് ഈ ഒരു വേർഡിനെ കൃത്യമായിട്ട് ക്യാപ്ചറിനെയും സീക്വസ്ട്രേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് കോൺസെപ്റ്റ് കൂടി വേണം. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കാർബൺ, ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് ഈ അസിഡിറ്റി ബേസിക്കലി ഒരു കോമൺ നോളജ് ആണ്, അത് വിചാരിച്ചാൽ നിങ്ങൾക്ക് അറിയാന്ന് വെച്ചിട്ടാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിലും ബേസിക്കലി നിങ്ങൾക്ക് ആൽക്കലിനിറ്റി ഓഫ് ഓഷ്യൻ എന്ന് പറയുന്നത് ബൈ ആഡിങ് ലൈം എന്ന് പറയുന്നത്, നമ്മൾ മണ്ണിൽ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കക്ക നീറ്റിച്ചിടുന്നത്, ബേസിക്കലി കാർബൺ ഹൈഡ്രേറ്റ് ഇടുന്നത്. ഓക്കെ. അപ്പം ലൈം ഇടുന്നത് എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? കക്ക നീറ്റിക്കുന്നത്. ലൈം ഉദ്ദേശിക്കുന്ന നാരങ്ങയല്ല. അപ്പം ബേസിക്കലി എന്താണ് ഇതിടുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? ഈ അസിഡിറ്റി ഓഫ് സോയിൽ കുറയുന്നു, ആൽക്കലൈൻ ആവുന്നു. അപ്പൊ ബെറ്റർ ഇന്ററാക്ഷൻ വിത്ത് എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിൽ ബെറ്റർ ഇന്ററാക്ഷൻസ് ചെയ്യാണ്, കാർബണായിട്ട് ചെയ്യുന്നു. ആ സ്പേസ് കൂടുകയാണ്, കൂടുതൽ കാർബൺ എന്ത് ചെയ്യാൻ പറ്റും? അബ്സോർവ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും സിമിലർ കോൺസെപ്റ്റ് ആക്ച്വലി. ഇത് മനസ്സിലായോ? ഇത് രണ്ടും സിമിലർ കോൺസെപ്റ്റ് ആണെന്ന് മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 1, 2, 3 ആയിരിക്കില്ല അതിന്റെ ആൻസർ. 3 എന്താണ് ആൻസർ ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇത് 3 എന്ത് ചെയ്യുക? വായിക്കുക. എന്നിട്ട് ഈ ഫസ്റ്റ് തന്നെ നിങ്ങൾ ശരിയാക്കി എടുത്തു. രണ്ടിന് നിങ്ങൾക്ക് റീസൺ ഇല്ലാതെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് വേർഡ് കണ്ടുകൊണ്ട് മാത്രം എലിമിനേറ്റ് ചെയ്യരുത്, അതിന്റെ ലോജിക് കൂടി പറയണം. ഇപ്പൊ എക്സ്റ്റെൻസീവ്ലി എന്ന് കണ്ട് നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു. പക്ഷെ ലാസ്റ്റ് 3 ക്ലാസ്സിൽ ഞാൻ റിപ്പീറ്റഡ്ലി പറഞ്ഞതാണ്, ഓൾ എക്സ്ട്രീം എന്നുള്ളതൊക്കെ വെറുതെ കണ്ടതുകൊണ്ട് എലിമിനേറ്റ് ചെയ്യാനുള്ള പോസിബിൾ അല്ല. ദാറ്റ് ഈസ് നോർമൽ. നമ്മൾ വെറുതെ ചെയ്യുന്ന ഗസ് ആണ്. ആ ഗസ് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. ഈ 4ാമത്തെ സെഷനിൽ നമ്മൾ അങ്ങനെ ഒരു സാധനത്തിന് നമ്മൾ ഇതുവരെ എലിമിനേറ്റ് ചെയ്തിട്ടില്ല. സോ യു ഷുഡ് ഫൈൻഡ് അനദർ റീസൺ ടു എലിമിനേറ്റ്. എക്സ്റ്റെൻസീവ്ലി ഒരു റെഡ് ഫ്ലാഗ് ആണ്, അത് വെച്ച് നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് തുടങ്ങാം. പക്ഷെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. വേറെ ഒരു റീസണും നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടെത്താൻ പറ്റില്ല ഇത് എലിമിനേറ്റ് ചെയ്യാൻ. ഇത് എലിമിനേറ്റ് ചെയ്യാൻ വേറെ എന്തെങ്കിലും റീസൺ നിങ്ങൾക്ക് ഉണ്ടോ? ഇത് രണ്ടും സിമിലറും അല്ലേ? രണ്ടും ഒരേ കാര്യമല്ലേ പറയുന്നത്? അപ്പൊ ആൻസർ എന്തായിരിക്കും? സി ആയിരിക്കും. ഇത് മനസ്സിലായോ? കുറച്ച് ഇതിനകത്ത് കംപ്ലീറ്റ്ലി ടെക്നിക്കൽ അല്ല, കുറച്ച് നോളജ് വേണം, പക്ഷെ ഒരു ബേസ് നോളജ് അത്. മനസ്സിലാവാത്തൊരൊന്ന് തംസപ്പ് തന്നെ. ഓക്കെ. മനസ്സിലായ ഒരു തംസപ്പ് തന്നെ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ല? 3 പേർക്ക് മനസ്സിലായല്ലോ? ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഞാൻ ശരിക്കും ഇനി എക്സാം മോഡിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്ന് പറയാം കേട്ടോ. ഞാൻ ഇത് വായിക്കുന്നു, എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല, പക്ഷെ ഞാൻ ഇവിടുന്ന് മാർക്ക് ചെയ്യാൻ പോകുന്ന വേർഡുകൾ എക്സ്റ്റെൻസീവ്ലി എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ബേസാൾട്ട് റോക്കിനെ പറ്റി പറയുന്നു, സ്പ്രെഡിങ് ഗ്രൗണ്ട്, സോ സോയിൽ, ഫാം ലാൻഡ് എന്ന് പറയുന്നു, അപ്പൊ സോയിലാന്ന് മനസ്സിലായി. 2 ഇൻക്രീസിങ് ആൽക്കലിനിറ്റി ഓഫ് ഓഷ്യൻസ് ബൈ ആഡിങ് ലൈം. ഇത് പക്ഷേ ഈ 2ാം സ്റ്റേറ്റ്മെന്റ് ഭയങ്കര കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ബേസിക് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട സെയിം സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ എപ്പോഴും കാർബൺ സീക്വസ്ട്രേഷൻ എപ്പോഴും ന്യൂസ് പേപ്പറിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതാണ്. ഇനി അത് പോട്ടെ, അത് കുഴപ്പമില്ല. കാർബൺ ക്യാപ്ചർ ഡയോക്സൈഡ് റിലീസ്ഡ് ബൈ വേരിയസ് ഇൻഡസ്ട്രീസ് ആൻഡ് പമ്പിംഗ് ഇൻ ടു, ഇത് ഞാൻ ശരിയാന്ന് എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ വെറുതെ ഇട്ടതാണ്. പമ്പിംഗ് ഇൻ ടു അബണ്ടന്റ് സബ്റ്ററൈൻ മൈൻസ് ഇൻ ദ ഫോം ഓഫ് കാർബൺ ഹൈഡ്രേറ്റ് വാട്ടർ. ഇത് 3 എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. സോ ഹൗ മെനി ഓഫ് ദി അബോവ് ആക്ടിവിറ്റീസ് ആർ കാർബൺ ക്യാപ്ചർ സീക്വസ്ട്രേഷൻ? കാർബൺ ക്യാപ്ചർ സീക്വസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കാർബണിനെ സ്റ്റോർ ചെയ്ത് വെക്കണം എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ദിസ്. അപ്പൊ ഇത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഐ എലിമിനേറ്റഡ് നൺ എന്തായാലും അല്ല. ഇനി ഇവർ തമ്മിൽ ബേസിക്കലി ഞാൻ ഇത് എലിമിനേറ്റ് ചെയ്യുന്ന എക്സ്റ്റെൻസീവ്ലി. പക്ഷെ എന്താണ് ഇത് തമ്മിൽ എനിക്കൊരു ലിങ്കും ഇല്ല. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വീണ്ടും വായിച്ചു. 2ാമത്തിൽ എനിക്ക് മനസ്സിലായി ആൽക്കലൈൻ കൂട്ടുക. അപ്പൊ സോയിൽ എന്താണ്? അസിഡിക് ആണ്. അസിഡിക് ആകുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ചെടുക്കാൻ പറ്റുക. ഇഫ് സോയിൽ ഈസ് ആൽക്കലൈൻ ആണ് എന്നുണ്ടെങ്കിൽ, വാട്ടർ ആൽക്കലൈൻ ആവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാർബൺ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇത് ലൈം ആഡ് ചെയ്തിട്ടാണോ അല്ലയോ എന്നുള്ളത് ഇനി അറിയില്ലെങ്കിൽ പോലും ഇത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയാം. സോ ഇതും തമ്മിൽ റിലേഷൻ ഉണ്ടോ? ബേസാൾട്ട് റോക്ക് എന്താണ്? അപ്പൊ ഞാൻ ഇതിന്റെ ബേസിക്സ് ഇവിടുന്നാണ് എനിക്ക് ഐഡിയ കിട്ടുന്നത്. എനിക്ക് ഇതിന്റെ pH ചെക്ക് ചെയ്ത് നോക്കാം എന്നുള്ള ഐഡിയ കിട്ടുന്നത്. കാരണം ആദ്യം അത് തിങ്കിങ് വരില്ല.
ഈ ആൽക്കലിനിറ്റി എന്ന വേർഡ് എനിക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന്റെ pH ചെക്ക് ചെയ്യാൻ പോയത്. അപ്പം ബേസാൾട്ട് എന്ന് പറയുന്നത് ബേസിക്കലി എനിക്ക് ബേസ് എന്ന് പറയുന്ന ആൽക്കലൈൻ്റെ വേറൊരു വേർഡാണ്. ആൽക്കലൈൻ ബേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതും pH. അപ്പൊ ഇതും എന്താണ്, ആൽക്കലൈൻ ആണ്, ഇതും ആൽക്കലൈൻ ആണ്. ബോത്ത് ക്യാൻ ക്യാപ്ചർ. ഇനി ജനറൽ ആയിട്ട് ഞാൻ കോമൺ സെൻസ് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഫാം ലാൻഡിൽ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നതും. കുറെ റീസൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ all the 3 എടുക്കും. But if I wanted to eliminate, I am not able to find any other reason other than this extensively which I can't use it. Just all കണ്ടുകൊണ്ടോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ്ലി എന്ന് കണ്ടുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇനി ഇതൊന്ന് നോക്കിക്കേ. Consider the following action. ഇതിനകത്ത് ആൻസർ ടൈപ്പ് ചെയ്യാവോ, കമന്റ് ചെയ്യാവോ? ആദ്യം എന്തോ ഒരു സാധനം എന്താന്നുള്ളത് പറഞ്ഞു അല്ലെ. ആക്സിലറോമീറ്റർ റിക്വയർഡ് എവിടേക്കാണെന്നുള്ളത് പറഞ്ഞു. ആക്സിലറോമീറ്റർ, അപ്പൊ എന്തോ ഒരു മീറ്റർ പോലെയുള്ള എന്തോ ഒരു സാധനം ആക്സിലറോ, അപ്പൊ അതിനകത്ത് ആക്സിലേറ്റർ എന്ന് നമുക്ക് അറിയാവുന്ന ഒരു വേർഡ് എന്താണ്, ആക്സിലേറ്റർ. തിങ്ക് ചെയ്ത് നോക്കുക. ആക്സിലേറ്റർ, ആക്സിലേറ്റർ എന്താണ്? ആക്സിലേറ്റർ എന്തോ മൂവ്മെന്റ് തീരുമാനിക്കുന്ന സാധനമാണ്. സി എന്ന് പറയുന്ന ഒരാള്. ബാക്കിയുള്ളവര് അതൊക്കെ ആലോചിച്ച് ചെയ്താൽ മതി. നമുക്ക് ഗുണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആലോചിച്ചിട്ട് ചെയ്താൽ മതി, തിരക്കിടണ്ട. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? തംസപ്പ് വരുമോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? തംസപ്പ് വരുമോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അഗെയിൻ. തേർഡ് സ്റ്റേറ്റ്മെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റിനാണ് ആളുകൾക്ക് ഇച്ചിരി ഡൗട്ട് അല്ലെ. 3 തേർഡ് സ്റ്റേറ്റ്മെന്റിന് വരെ. ബാക്കിയുള്ളവര് മേഘ വിജയ്, മേഘ വന്നു. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ക്രാഷ്, കൊളീഷൻ അല്ലെ, റിസൾട്ട് ഇൻ ഡിപ്ലോയ്മെന്റ് ഓഫ് എയർ ബാഗ് മോസ്റ്റ് ഇൻസ്റ്റന്റ്ലി. നമുക്ക് മനസ്സിലായി എന്തോ ഒരു സാധനം എന്താണ്, മൂവ്മെന്റിൽ വരുന്ന സാധനം നമുക്കറിയാം. ആക്സിലോമീറ്റർ എന്തൊക്കെ വേണം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, 2 കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതിനകത്ത് എല്ലാത്തിലും ഒരു കാര്യം ശ്രദ്ധിച്ചു. ഒരു സാധനം സംഭവിക്കുമ്പോൾ വേറൊരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. അതായത് ആക്സിലോമീറ്ററിന് വെറുതെ ഇപ്പം ബേസിക്കലി പോയി ഇടിക്കുന്നതിൽ സ്പീഡ് അളക്കുന്ന സാധനം അല്ല. അതായത് ഇതിന്റെ എന്തോ മാറ്റം നോക്കിയതിന് ശേഷം ഇതിനൊരു റിസൾട്ട് ഉണ്ട്. അതായത് ആക്സിലോമീറ്റർ കോസിങ് സംതിങ്. ഇവിടെ നിങ്ങൾ കോൺസ് ചെയ്യുന്നത് എന്താ, ഫസ്റ്റ് ആക്സിഡന്റ് സംഭവിക്കുന്നു, ഈ ആക്സിഡന്റ് ഡിറ്റക്ട് ചെയ്തിട്ട് എയർ ബാക്ക് വരുന്നു. ഇതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ. സോ ഒരു സാധനം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അതായത് വെറുതെ ഒരു സാധനം ഇടിച്ചു എന്ന് മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഇടിച്ചതിന് ശേഷം വേറൊരു സാധനം ഉണ്ടായി. ഇത് ഞാൻ എടുത്തു നോക്കുമ്പോൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധനം ടേൺ ഓഫ് ആയി പോകും. ഫോർ എക്സാമ്പിൾ ഫാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി എന്താ, ഹാർഡ് ഡ്രൈവ്, ഹാർഡ് ഡിസ്ക് പോകും. ഓക്കെ, ഓഫ് ആയി പോകും. സേഫ്റ്റി മെഷർ. ഡിക്റ്റേഷൻ ഓഫ് ടിൽറ്റ് ആൻഡ് സ്മാർട്ട് ഫോൺ റിസൾട്ട് ഫ്രം റൊട്ടേഷൻ ഓഫ് ഡിസ്പ്ലേ പോർട്രേറ്റ്. ആൻഡ് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നു. ആ മൂവ്മെന്റ് കൊണ്ട് എന്ത് ചെയ്യുന്നു, പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് ആവുന്നു. 3 സാധനം എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ നേച്ചറിലല്ലേ പറയുന്നത്. 3 ഒരേ സാധനം പറയുന്നത്. 3-ൽ നിന്നും ആദ്യ ഒരു ഇവന്റ് നടക്കുന്നു, ആദ്യ ഒരു ഇവന്റിന്റെ റിസൾട്ട് ആയിട്ട് രണ്ടാമത്തെ ഒരു ഇവന്റ് സംഭവിക്കുന്നുണ്ട്. അത് 3ഉം എന്താണ്, ഇനി 3-ന് കോമൺ എന്താണ്, 3ഉം മോഷൻ ബേസ്ഡ് സെൻസസ് ആണ്, മോഷൻ ബേസ്ഡ് ആണ്. ഓക്കെ, 3-ലും മോഷൻസ് പറയുന്നുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല്ലേ, നമ്മളുള്ള മൊബൈലിൽ തന്നെ നമ്മൾ വെറുതെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇങ്ങനെ തിരിയുന്നു പറയുമ്പോഴും ഡിസ്പ്ലേ മാറുന്നു എന്നുണ്ടെങ്കിൽ മൊബൈലിന് എങ്ങനെയെങ്കിലും മനസ്സിലാവേണ്ട ഈ സാധനം തിരിയുന്നുണ്ട് എന്നുള്ളത്. ഫാൾ ചെയ്യുമ്പോൾ താഴോട്ട് പോകുമ്പോൾ എന്തോ ഒരു സാധനം പോകുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവണ്ടേ. കാർ ക്രാഷ് ആയി കൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ബേസിക്കലി ഈ സ്പീഡ് എന്ത് ചെയ്യണം, സ്പീഡിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുക, അല്ലെ സ്പീഡിൽ മൂവ്മെന്റിൽ വരുന്ന വ്യത്യാസം വരുന്ന സമയത്തല്ലേ ആക്സിഡന്റ് ആവുന്ന ആരും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക, ഇമ്പാക്ട് മനസ്സിലാക്കുക. അപ്പം
സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ഇവിടെ ഓൾ 3 ആയിരിക്കും. ഓൾ 3 കിട്ടിയ എത്ര പേരുണ്ട്? തംസപ്പ് തന്നെ. 2 പേര്, 3 പേര്, 4 പേര്, 5 പേര്. ഓക്കെ. തെറ്റായ എത്ര പേരുണ്ട്? തെറ്റിപ്പോയത്? മായക്ക് തെറ്റിപ്പോയോ? അർജുൻ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായെങ്കിൽ ഒന്ന് ഓക്കെ സെറ്റ്. ഇതൊന്ന് ചെയ്തു നോക്കിക്കേ, എന്താണ് റീസൺ? ഇതൊന്ന് ചെയ്തു നോക്കിക്കേ. ഓൺ ഹൗ മെനി ഓഫ് ദി അബോവ് ഡസ് UNOPS സസ്റ്റൈനബിൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇന്നോവേഷൻസ് ഇനിഷ്യേറ്റീവ് ഫോക്കസ് ഫോർ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്? ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനത്തെ വേർഡ് എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ടെക്നിക്ക് എന്തായിരിക്കണം യൂസ് ചെയ്യേണ്ടത്? വേർഡ് എക്സ്പാൻഷൻ ചെയ്യണം എന്നുള്ളതാണ്. ഇതെന്തായിരിക്കും എന്നുള്ളത് വേർഡ് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ പഠിക്കണം. കാരണം നമ്മൾ ഒരിക്കലും ഇത് പഠിച്ചിട്ട് പോവില്ല. അവിടെ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ഫോർ എവരി വൺ. അപ്പൊ എല്ലാവർക്കും അവിടെ നിന്നാണ് നമ്മൾ ആദ്യം അറിയുന്നത്. ഇനി നമ്മൾ അവിടെ നിന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ്. ശ്രദ്ധിച്ചു വായിക്കുക. ഓരോ സ്റ്റേറ്റ്മെന്റും വെറുതെ കണ്ണടച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കരുത്. ഇപ്പം അഫോർഡബിൾ ഹൗസിംഗ് എന്ന് പറയുമ്പോൾ ഹൗസിംഗ് അങ്ങനെ അങ്ങ് എടുക്കരുത്. എന്താണ് അഫോർഡബിൾ? അപ്പൊ എനിക്ക് നമ്മൾ അതെന്താന്നുള്ളത് മനസ്സിലാക്കി വായിക്കുക. അതായത് ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾ അപ്പം എന്ത് വയ്ക്കണം? അഫോർഡബിൾ. അപ്പൊ എനിക്ക് എല്ലാവർക്കും ഒതുങ്ങാൻ പറ്റും. ലക്ഷറി ഹൗസ് അല്ല പറയുന്നത്, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വീടിനെ പറ്റിയാണ്. എല്ലാവർക്കും പാവങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു വീട്, സസ്റ്റൈനബിൾ. ഓക്കെ, അങ്ങനെ ഓരോന്നും വായിച്ചു നോക്കുക. ആൻസർ ഓൾ കറക്റ്റ് എന്ന് പറയുന്നവരൊന്ന് തംസപ്പ് വരുമോ? ഓൾ കറക്റ്റ് ആരുമില്ല. അർജുൻ ഉണ്ട്, സി ഉണ്ട്, സി നന്ദനയാണ്. ഇതിനകത്ത് നിങ്ങൾ ഒഴിവാക്കിയ സ്റ്റേറ്റ്മെന്റ് ഏതാന്ന് ഞാൻ പറയട്ടെ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കിയവരൊന്ന് തംസപ്പ് വരുമോ? മായ, നന്ദ, മഞ്ജു, ഓക്കെ, ആലിയ, ഓക്കെ. ഇതിനകത്ത് ആരും ഒഴിവാക്കാത്ത സ്റ്റേറ്റ്മെന്റ് 4 അല്ലേ? കാരണം 4 കറക്റ്റ് ആണ്. റിന്യൂവബിൾ എനർജി, സസ്റ്റൈനബിൾ ആണ് അല്ലെ? കിട്ടി. ഓക്കെ. ഇതിനകത്ത് 1 ഒഴിവാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ തംസപ്പ് വരുമോ? അഫോർഡബിൾ ഹൗസിംഗ് ഒഴിവാക്കി ആരെങ്കിലും? ഒഴിവാക്കിയ അഫോർഡബിൾ ഹൗസിംഗ് എക്സ്പെൻസീവ് ആണോ? അഫോർഡബിൾ വേർഡിന് തന്നെ എക്സ്പെൻസീവ് അല്ല എന്നല്ല എന്റെ അർത്ഥം. റിന്യൂവബിൾ എക്സ്പെൻസീവ് ആണ്. സസ്റ്റൈനബിൾ അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്? സസ്റ്റൈനബിൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, റിന്യൂവബിൾ ആയിരിക്കണം. അതിനകത്ത് ഡൗട്ട് വരേണ്ട കാര്യമില്ല. ഓക്കെ. അഫോർഡബിൾ ഹൗസിംഗ്. ഹെൽത്ത് കെയർ ഒഴിവാക്കിയവരുണ്ടോ? ആരുമില്ല. റിന്യൂവബിൾ എനർജി ഒഴിവാക്കിയത് ആരുമില്ലല്ലോ? ആരുമില്ല. ആലി ഒഴിവാക്കിയ? ഒഴിവാക്കരുത് കേട്ടോ. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ ആകെ എടുക്കാൻ പറ്റുന്ന റിന്യൂവബിൾ ആണ് ഏറ്റവും ഫസ്റ്റ്. ഓക്കെ, എടുത്തു. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഒഴിവാക്കിയെന്നുള്ളതൊന്ന് പറയാം. മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ടേഷൻ എന്തുകൊണ്ട് ഒഴിവാക്കി? ഇതല്ലാതെ വേറെ ആരെങ്കിലും ഒഴിവാക്കിണ്ടേ പറയണേ, എന്നാ പിന്നെ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഇതായിരിക്കും ആളുകൾ ഒഴിവാക്കിയിട്ടുണ്ടാവുക. ഇതിന്റെ റീസൺ എന്താണ് ഒഴിവാക്കിയവര്? മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട്. സി പറഞ്ഞവരെല്ലാരും ഒന്ന് പറഞ്ഞേ, വാട്ട് ഈസ് ദ റീസൺ? ഗൗതം സി ഒഴിവാക്കിയില്ലേ? റാപ്പിഡ് എന്ന് പറയുന്നൊരു സംഗതി പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പോസിബിലിറ്റി കുറച്ച് ശ്രദ്ധിച്ചു വായിക്കേ. ഇവിടെ റാപ്പിഡ്, ഞാൻ കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ റാപ്പിഡ് ഒഴിവാക്കിയിട്ടുള്ള സാധനങ്ങൾ പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് നടക്കുമോ? എക്കണോമിക് റിക്കവറി, റാപ്പിഡ് എക്കണോമിക് റിക്കവറി ഓഫ് വെനിസ്വേല തെറ്റാന്ന് പറഞ്ഞു. അത് വലിയൊരു രാജ്യം എക്കണോമിയാണ്. ഇവിടെ നടപ്പാക്കാന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. സ്റ്റേറ്റ്മെന്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല. റാപ്പിഡ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ രണ്ടും രണ്ടാണ്. ഇവിടുത്തെ അർത്ഥം ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു വായിച്ചേ. വേറൊരാള് എന്തുകൊണ്ട് ഒഴിവാക്കി? ഗൗതം ഒഴിവാക്കിയില്ലേ? നമുക്ക് നേരത്തെ കണ്ടോലെ തോന്നി. 1 ആണ് എലിമിനേറ്റ് ചെയ്തത്. അഫോർഡബിൾ ഹൗസിംഗ് ആണ് എലിമിനേറ്റ് ചെയ്തത്. ഓക്കെ, ആണെങ്കിൽ ഒന്ന് തംസപ്പ് വരുമോ? യെസ്, എന്നാ അതിലേക്ക് ഞാൻ വരാം. അപ്പൊ മാസ് ഒഴിവാക്കിയ ആളുകൾ, മാസ് ഒഴിവാക്കി വേറെ ആരെങ്കിലും ഒന്ന് തംസപ്പ് വരുമോ? ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ
നന്ദന അല്ലാതെ, മീൻസ് നന്ദ അല്ലാതെ. ഓക്കെ, മായ റീസൺ എന്തെങ്കിലും ഉണ്ടോ? റീസൺ ഇല്ലാതെ എന്തായാലും ഒഴിവാക്കരുത്. റീസൺ എന്താ? ഹലോ സർ, പറഞ്ഞോ. ഈ മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് സസ്റ്റൈനബിൾ ആവില്ലല്ലോ, അതായത് പൊല്യൂഷൻ ഉണ്ടാക്കുമല്ലോ വെഹിക്കിൾസ് ഒക്കെ. അപ്പൊ നമ്മൾ ആവശ്യത്തിനല്ലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇത് നേരെ തിരിഞ്ഞാണ് നമ്മൾ ശരിക്കും ആലോചിച്ച് പോകുന്നത്. ഇപ്പം ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ട്രെയിനില് എല്ലാവരും ഒരു രാജ്യത്ത് മെട്രോ വരുന്നതാണോ നല്ലത്, എല്ലാവരും കാറിൽ പോകുന്നതാണോ നല്ലത്? ഏതാ സസ്റ്റൈനബിൾ? മെട്രോ മാസാണോ? മാസാണ്. റാപ്പിഡ് ആണോ? റാപ്പിഡ് ആണ്. അപ്പം സസ്റ്റൈനബിൾ എന്ന് പറയുന്നത് മാസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണോ? അതാണ് ഈ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം. മാസാണ്. ഞാൻ അഫോർഡബിൾ ഹൗസിങ്ങിനെ വെച്ച് പറഞ്ഞത് നിങ്ങൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത് തന്നെ പറഞ്ഞ് നിങ്ങൾ അത് ചിന്തിക്കില്ലല്ലോ. മാസ് എന്ന് പറയുന്ന അർത്ഥം കുറെ ആളുകൾ, റാപ്പിഡ് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നു. കാരണം ആളുകൾക്ക് പെട്ടെന്ന് ട്രാവൽ ചെയ്യണം, ട്രാൻസ്പോർട്ട്, വിച്ച് ഈസ് എ പോസിറ്റീവ് തിങ് അല്ല. ഇതൊരു പോസിറ്റീവ് ആണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ അഫോർഡബിൾ ഹൗസിങ്? അഫോർഡബിൾ ഹൗസിങ് എന്തായിരുന്നു ഗൗതമ റീസൺ ഒന്ന് പറയാം. അവിടെ റീസൺ റൂമിലായിരിക്കും അല്ലേ? ഓക്കെ, മനസ്സിലായോ അഫോർഡബിൾ എന്താന്നുള്ളത്? പ്രശ്നം അഫോർഡബിൾ ആണ് പറയുന്നത്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഇന്നോവേറ്റീവ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള, ഇപ്പൊ ഗ്രീൻ ഹൗസസ് പോലെയുള്ള. ഓക്കെ, അഫോർഡബിൾ. മാസ് എന്തുകൊണ്ടാന്നുള്ള എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് മാസ് ട്രാൻസ്പോർട്ടേഷൻ. അതുകൊണ്ടാണ് കോണ്ടസ്റ്റ് ശ്രദ്ധിച്ച് മാത്രമേ എലിമിനേറ്റ് ചെയ്യാവുള്ളൂ. ആർക്കെങ്കിലും മനസ്സിലാവത്തിട്ടോ? ഹെൽത്ത് കെയർ ആരും എലിമിനേറ്റ് ചെയ്തിട്ടില്ലല്ലോ. എഗെയിൻ പോസിറ്റീവ് ആണ്. ഹെൽത്ത് കെയർ എന്തായാലും വേണം, റിന്യൂവബിൾ എനർജി എന്തായാലും വേണം. ഓൾ ഫോർ വിൽ ബി ദി ആൻസർ. ഡി ആയിരിക്കും. ഡി കിട്ടിയ എല്ലാവരും ഒന്ന് തംസപ്പെട്ടെ. ഇതും ഒക്കെ എല്ലാവരും ശരിയാക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെല്ലാം പഠിച്ചിട്ട് വലിയ പഠിച്ചു വരുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ ശരിയാക്കും. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റിയിട്ടാണ് നമ്മൾ ആക്ച്വലി പ്രിലിംസിന് ഔട്ട് ആവുക. അപ്പൊ നമ്മൾ ആദ്യം ശരിയാക്കേണ്ട ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളാണ്. ഇനി നമ്മൾ ബേസിക്കലി നോക്കാൻ പോകുന്നത്, നോക്കട്ടെ ഇതുകൂടി നോക്കിയിട്ട്. ഓക്കെ, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് കൂടി നോക്കണം. കോസ് ആൻഡ് എഫക്ട് എന്നുള്ളത് ഞാൻ ആദ്യ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പുട്ടും എന്തോ സാധനം ഉണ്ടല്ലോ, വിശക്കുന്നതും പുട്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ? കോസ് ആണോ എഫക്റ്റ് ആണോ? കോസ് എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? ഇത് കാരണം ഒരു ഇവന്റ് സംഭവിച്ചു, ഇവന്റ് അല്ലെ? ഇവന്റ് ഇവിടെയാണ് കിടക്കുക. എഫക്റ്റ് എന്താണ്? ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു ഇവന്റ് നടക്കുന്നു, ഇവന്റിന് ശേഷമായിരിക്കും ഒരു സാധനം കോസ് ചെയ്യുന്നതുകൊണ്ട് ഇവന്റ് സംഭവിച്ചു. ഫോർ എക്സാമ്പിൾ 1857 കോസസ് എന്തൊക്കെയാണ്? ബോൺ മിക്സ് ചെയ്തത് 1857 ബേസിക്കലി ബോൺ പൗഡർ, പിഗിന്റെ ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ബേസിക്കലി മിക്സ് ചെയ്തത് കോസസ് ഓഫ് 1857 ആണ്. റിസൾട്ട് എന്തായിരുന്നു? എഫക്റ്റ് എന്തായിരുന്നു? ക്രൗണിലേക്ക് റൂള് മാറ്റി. ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്ട്. ഓക്കെ, ആൻഡ് വാട്ട് എക്സ്പ്ലെയിൻസ്? ബി എക്സ്പ്ലെയിൻസ് എ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അന്ന് പറഞ്ഞാണ്, ഈ സാധനം ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കാരണമാണോ, അല്ലെങ്കിൽ ഈ കോസ് കാരണമാണോ ഈ ഇവന്റ് ഉണ്ടായിരിക്കുന്നത്? ഇതാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കാരണമാണോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ റീസൺ ഫോർ, ആ സാധനം ഉണ്ടാവാനുള്ള റീസൺ അതിനകത്ത് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ? എനി ഡൗട്ട്? Okay, now let's go to the question. വായിച്ചു നോക്കിക്കേ, ഏതായിരിക്കും ഉത്തരം? രണ്ട് കാര്യം നോക്കണം. ഫസ്റ്റ്, ഇതിനകത്ത് എന്തൊക്കെ കാര്യം നമുക്കറിയാം? രണ്ട് സ്റ്റേറ്റ്മെന്റും ഒന്നിച്ച് തെറ്റില്ല. റീസൺ ആൻഡ് അസർഷൻ ക്വസ്റ്റിൽ രണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ ആണെങ്കിൽ, 2 സ്റ്റേറ്റ്മെന്റ് റീസൺ ആൻഡ് അസർഷൻ ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റും ഒന്നിച്ചൊരിക്കലും തെറ്റില്ല. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റിലും ഓരോ സ്റ്റേറ്റ്മെന്റും ഇൻഡിപെൻഡന്റ്ലി ശരിയാവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ നോക്കണം? അതിനകത്ത് വേർഡ് എക്സ്പാൻഷൻ കറക്റ്റ് ആണോ, അതിനകത്ത് എന്തെങ്കിലും എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടോ, അതിന്റെ കോണ്ടെക്സ്റ്റ് വെച്ച് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിൽ ഏതെങ്കിലും തെറ്റാണോ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താം. അത് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നോക്കേണ്ടത് രണ്ടും ശരിയാണോ എന്ന് കണ്ടെത്തിയാൽ, ഒന്ന് തെറ്റാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഉത്തരം കിട്ടി. ഇനി രണ്ടും ശരിയാണെങ്കിൽ എയോ ബിയോ ആവാം. നൗ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കാരണമാണോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ്. എല്ലാവരും അല്ലെ? സം ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് തന്നെ പോസിബിലിറ്റീസ് അല്ലെ? സം ഫസ്റ്റ് നമുക്കൊരു റെഡ് ഫ്ലാഗ് കിട്ടി.
Some rare earth minerals elements are used to manufacture flat television screens and computer monitor. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അത് ശരിയായി. അപ്പൊ മാക്സിമം ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. പോസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ സേഫ് ബെറ്റ് നോക്കി ഇത് ശരിയാണ്. സം റെയർ എർത്ത് എലമെന്റ്സ് ആവ് ഫോസ്ഫറസ് കണ്ടന്റ്. വീണ്ടും എന്താണ് ഫോസ്ഫറസ് കണ്ടന്റ് ഉണ്ടാവും എന്നുള്ളതാണ് സം എന്ന് പറയുന്നത്. ഓക്കെ, അതും ശരിയാണെന്ന് മനസ്സിലായി. അപ്പൊ ഓട്ടോമാറ്റിക്കലി സിയും ഡിയും പോയി. ഇനി ഇതുകൊണ്ട് ഇത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ആയിരിക്കില്ലേ? ഫോസ്ഫറസെന്റ് കണ്ടന്റ്. എന്താണ് ഫോസ്ഫറസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബേസിക്കലി പ്രോപ്പർട്ടി? ആർക്കെങ്കിലും അറിയോ ഫോസ്ഫറസെന്റ്? ഇനി അറിയില്ലെങ്കിലും നമുക്കറിയാം ഫ്ലൂറസെന്റിന്റെ ഒക്കെ ഒരു സെന്റ് ആണ് അത് എന്നുള്ള ഒരു റിലേഷൻ അല്ലേ നിങ്ങൾക്ക് കിട്ടിയത്. ഫോസ്ഫറസെന്റ് എന്താ നമുക്ക് മനസ്സിലാവേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഫ്ലൂറസെന്റ് എന്ന് പറയുന്നതൊക്കെ ഈ ലൈറ്റിംഗ് ആയി ബന്ധപ്പെടുന്ന ലൈറ്റ് എമിഷനുമായി ബന്ധപ്പെടുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ സെന്റ്, ഫ്ലൂറസെന്റ്, ഫോസ്ഫറസെന്റ് രണ്ടും സിമിലർ പ്രോപ്പർട്ടീസ് ആയിരിക്കാം. അതുകൊണ്ട് ടി വിയിൽ ലൈറ്റ് വരുന്ന സാധനമാണ് ഉപയോഗിച്ചിരിക്കാം എന്നുള്ളതല്ലേ അതിന്റെ ഉത്തരം. ശരിയാണ്. ഓക്കെ, ശരിക്കും എന്താണ് ഫോസ്ഫറസെന്റ് എന്ന് നിങ്ങൾക്ക് അറിയാം? എന്താണ് ഫ്ലൂറസെന്റും ഫോസ്ഫറസെന്റും തമ്മിലുള്ള ഡിഫറൻസ്? ശരിക്കും ഫ്ലൂറസെന്റും നമ്മൾ ടി വി ഉപയോഗിക്കാല്ല, ഫോസ്ഫറസെന്റും ടി വിയിൽ ഉപയോഗിക്കാം. പക്ഷെ വാട്ട് ഇസ് ദ ഡിഫറൻസ്? രണ്ടും എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ ഫ്ലൂറസെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇപ്പം നിങ്ങൾ ഒരു ലൈറ്റ് അതിനകത്ത് ലൈറ്റ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ലൈറ്റ് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. പക്ഷെ ചില സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ലൈറ്റ് ഓഫ് ആക്കി കഴിയുമ്പോൾ തിളങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളെ വാച്ചിന്റെ, ചില ആളുകളുടെ വാച്ചിന്റെ ഡയല് ലൈറ്റ് ഓഫ് ആക്കി കഴിയുമ്പോൾ അത് മാത്രം കാണാം. പിന്നെ ഫോർ എക്സാമ്പിൾ ചില പാവകൾ ലൈറ്റിൽ കുറെ നേരം വെച്ചിട്ട് ലൈറ്റിൽ ഇരുട്ടത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്ന കാണാം. ഓക്കെ, ഇതെന്താ ചെയ്യുന്നത്? ഫോസ്ഫറസ് കണ്ടന്റ് ആർ ലൈറ്റ് എന്ത് ചെയ്യുന്നു? എടുക്കുന്നു, എന്നിട്ട് അതിന്റെ സോഴ്സ് കട്ടായതിനു ശേഷം ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ഫോസ്ഫറസ് കണ്ടന്റ്. ഈവൺ ആഫ്റ്റർ ദ ഫ്ലൂറസെന്റ് എന്ത് ചെയ്യും? ലൈറ്റ് എമിഷൻ വരുന്നവിടെ തന്നെയാണ് എന്ത് ചെയ്യുക? ഫ്ലൂറസെന്റ് അപ്പൊ തന്നെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ സോഴ്സ് കട്ടായ അപ്പം എന്ത് ചെയ്യും? ഫ്ലൂറസെന്റ് ഇല്ലാതാവും. പക്ഷെ ഫോസ്ഫറസെന്റ് സോഴ്സ് കട്ടായതിനു ശേഷവും എന്ത് ചെയ്യും? ഇത് പ്രവർത്തിക്കും. സോ അതൊന്നും അറിയേണ്ട ഒരു കാര്യമില്ല, ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ. വേറെ എവിടെയെങ്കിലും നമുക്ക് പിന്നീട് ക്വസ്റ്റ്യനിൽ ഉപകാരപ്പെട്ടാലോ. ഓക്കെ, റെഡി. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇതൊന്ന് നോക്കിക്കേ. Article 368 of the Constitution of India, Parliament may amend any provisions of the Constitution by way of. അറ്റ്ലീസ്റ്റ് രണ്ടെണ്ണം എന്തായാലും ശരിയാണ് എന്ന് നമുക്ക് ഓപ്ഷനിൽ നിന്ന് മനസ്സിലായി. ഗൗതം ഡി പറയുന്നു. ആലിയ ഡി, നന്ദന ഡി, ഡി മഞ്ജു ഡി, ബാക്കിയുള്ളവര് മേഘ ഡി. ഫൈൻ. അപ്പൊ എല്ലാവർക്കും അറിയാം. ശരി, ആർട്ടിക്കിൾ 365 ഇനി ലോജിക് എന്താണ്? ബേസിക്കലി ഇനി ലോജിക് ഒന്നും ശരിക്കും വേണ്ട ആവശ്യമില്ല. കാരണം ഇത് NCERT-യില് മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ബോക്സിൽ കൃത്യമായിട്ട് സൈഡിൽ NCERT കൊടുത്ത സെന്റൻസ് ആണ്. ആർട്ടിക്കിൾ 368 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ അമെൻഡ്, അഡീഷൻ, വേരിയേഷൻ, റിപ്പീൽ എന്ന് കൃത്യമായിട്ട് കൊടുത്തത്. ശരിക്കും NCERT വായിക്കണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പാർലമെന്റ് മേ അമെൻഡ് അല്ലെ? എന്താ പാർലമെന്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അമെന്റ്മെന്റ് ഉപയോഗിച്ചിട്ട്? അമെന്റ്മെന്റ് ഉപയോഗിച്ചിട്ട് നമുക്കറിയാം ആഡ് ചെയ്തിട്ടുണ്ട്, വേരിയേഷൻസ് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അത് ഇല്ലാതെ ആക്കിയിട്ടുണ്ട്. സോ ഇറ്റ്സ് പോസിബിൾ. ജനറൽ ആണ്. ഇതൊന്ന് വായിച്ചു നോക്കി. ഇതൊന്നും ചെയ്തേ. കോസ് ആൻഡ് എഫക്റ്റ് ആണ്. ആണല്ലേ? വളരെ ഈസി അല്ലേ? അല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? കാരണം മെനി ചൂയിങ് ഗംസ് ഫൗണ്ട് ഇൻ മാർക്കറ്റ് ആർ കൺസിഡർ ആസ് എ സോഴ്സ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. മെനി എന്ന് പറഞ്ഞു, പോസിബിലിറ്റീസ് ആണ്. വീണ്ടും എല്ലാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ. ഓൾ ചൂയിങ് ഗംസ് ഫൗണ്ട് ഇൻ ദ മാർക്കറ്റ് കൺസിഡർ എ സോഴ്സ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ദെൻ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. പക്ഷെ ഇവിടെ എന്താണ്? മെനി ചൂയിങ് ഗം എൻവയോൺമെന്റൽ പൊല്യൂഷൻ. പൊതുവെ നമുക്കറിയാം ചൂയിങ് ഗം എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാക്കും. കാരണം ബേസിക്കലി ഇപ്പൊ തമാശയായിട്ട് നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എവിടെയെങ്കിലും ചൂയിങ് ഗം അല്ലാതെ വേറെ ഏതെങ്കിലും മിഠായി ചവിട്ടി കാലിൽ ഒട്ടി പിടിക്കാറില്ലല്ലോ. ചൂയിങ് ഗം മാത്രമല്ല അവിടെ കുറെ കാലമായിട്ട് ഉണ്ടാവാറുള്ളൂ. അപ്പം ഒരു എന്തെങ്കിലും നശിച്ചു പോവാതിരിക്കുന്ന ഒരു സാധനം എന്താണ്? പൊതുവെ ചൂയിങ് ആയിരിക്കും, കുറെ കാലം ഉണ്ടാവും. മെനി ചൂയിങ് ഗം കണ്ടെയ്ൻ പ്ലാസ്റ്റിക് ആസ് എ ഗം ബേസ്. പ്ലാസ്റ്റിക് ആസ് എ ഗം ബേസ് ശരിയാവാനല്ല ചാൻസ് കൂടുതൽ. മെനി ചൂയിങ് ഗംസ് ഏതെങ്കിലും ഒന്നിൽ ഉണ്ടാവും പ്ലാസ്റ്റിക് ഗം ബേസ് ആയിരിക്കും. കംപ്ലീറ്റ് റബ്ബർ ആയിരിക്കില്ലല്ലോ.
ഫുള്ളി നാച്ചുറൽ റബ്ബർ ആയിരുന്നുണ്ടെങ്കിൽ ഡിഗ്രേഡ് ആയി പോയനെ. പക്ഷെ ഇവിടെ ഫുള്ളി നാച്ചുറൽ ഗ്രേഡ് ആയിരിക്കില്ല. എന്തായിരിക്കും? രണ്ടും തമ്മിൽ റിലേഷൻ ഉണ്ട്. ഇവിടെ എന്താണ്? പ്ലാസ്റ്റിക് ബേസും ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? എൻവയോൺമെന്റ് പൊല്യൂഷൻ ആവുന്നത്. കാര്യം മനസ്സിലായില്ല? നോക്കിയേ, പ്ലാസ്റ്റിക് ആണ് എൻവയോൺമെന്റ് പൊല്യൂഷനുമായിട്ട് കണക്റ്റഡ് ആണ്. ഇത് രണ്ടും ലിങ്ക്ഡും ആണ്. ഉത്തരം എന്തായിരിക്കും? എ ആയിരിക്കും ഉത്തരം. ഓക്കെ, ശ്രദ്ധിച്ച് വായിക്കണം. നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളെ ചുവങ്കത്തിലെ റബ്ബർ അല്ല എന്ന് പറഞ്ഞാൽ എടുക്കരുത്. അതിനകത്തൊരു പോസിബിലിറ്റി ഉണ്ടോ എന്നായിരുന്നു നിങ്ങൾ ആലോചിക്കേണ്ടത്. ഓക്കെ, ഇതൊന്ന് ചെയ്തു നോക്കിക്കേ. വേർഡ് എക്സ്പാൻഡ് ചെയ്യണം, എന്നിട്ട് നോക്കണം. ആൻസർ എന്താന്ന് പറയാവോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയുന്നവര്. ഇനി ഞാൻ ഒരു എക്കണോമിക്സിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സാധനം, എക്കണോമിക്സിന്റെ കാര്യത്തിൽ വെനെവർ ദർ ഈസ് ഇൻക്രീസിങ് റിസ്ക്, ഈ ഒരു കോൺസെപ്റ്റ് കൊടുത്തത്. റിസ്ക് എപ്പോഴൊക്കെ ഇൻക്രീസ് ചെയ്യുന്നോ അപ്പോഴൊക്കെ റിട്ടേൺ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് അതിന്റെ റിവാർഡ് എന്തായിരിക്കും? കൂടുതൽ. ലൈഫിലെ പ്രിൻസിപ്പിൾ പോലെ തന്നെയാകണം എക്കണോമിക്സിൽ. റിസ്ക് ഈസ് മോർ മീൻസ് റിവാർഡ് ഈസ് മോർ. റിസ്ക് ഈസ് ലെസ് മീൻസ് റിവാർഡ് ഈസ് ലെസ്. ഇപ്പൊ റിസ്ക്കുമായി അലോക്കേറ്റ് ചെയ്യുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് കൂടി വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? തെറ്റാണോ? ശരിക്കും തംസപ്പിട്ടാൽ എന്താ അർത്ഥം? ഓക്കെ, ശരിയാന്ന് പറയുന്നവർ എത്ര ഉണ്ട്? ഒന്ന് തംസപ്പിട്ടെ. ഓക്കെ, മായ 5 2 പേര്. തെറ്റാണെന്ന് പറയുന്നവരും തംസപ്പിട്ടെ. ഞാൻ ശരിയെന്ന് പറഞ്ഞു സർ. അത് കിട്ടി. ഡോണ്ട് വറി. ഓക്കെ, ആരുമില്ല. കുറെ പേർക്ക് കൺഫ്യൂഷൻ ആവുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണെന്ന് പറയുന്നവര്. ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയുന്നവര് ഒന്ന് തംസപ്പ് തന്നാൽ മതി. ഓക്കെ, ആരുമില്ല. അപ്പൊ കുറെ പേർക്ക് അറിയില്ലാത്ത ഒരു സാധനം ഉണ്ട് തോന്നുന്നു അല്ലെ. ഇനി വിത്ത് റെഫറൻസ് ടു കൺവേർട്ടബിൾ ബോണ്ട്, ഇതിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നു ആദ്യം നോക്കിക്കേ. കൺവേർട്ടബിൾ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ഒരാൾ പറയോ? കൺവേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സാധനത്തിന് ഒരു സാധനത്തിലേക്ക് മാറ്റുക. അപ്പൊ കൺവേർട്ടബിൾ ബോണ്ട്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ബോണ്ട് എന്ന് പറയുന്ന സാധനത്തിനെ വേറെ എങ്ങോട്ടോ കൺവേർട്ട് ചെയ്യാം. എങ്ങോട്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല, പക്ഷെ എങ്ങോട്ടോ കൺവേർട്ട് ചെയ്യാം എന്ന് മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു ബേസിക് നോളജ് അല്ലെ. പിന്നെ ബോണ്ട് എന്താണെന്നുള്ള ബേസിക് നോളജ് ആണ്. നിങ്ങൾ അറിയണം ബോണ്ട്, ഇക്വിറ്റി, ഇതൊക്കെ എന്താ നിങ്ങൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ച് ബേസ് നോളജ് ആണ്. ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? കടം മേടിക്കുന്ന കടപ്പത്രം അല്ലെ. ബോണ്ട്സ് എന്താണ്? കടം മേടിക്കാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ബോണ്ട്. ഇനി is there an option to exchange the bond for equity? Convertible bonds pay a lower rate of interest. അപ്പൊ നോക്കിക്കേ, is there an option to exchange the bond for equity? So ബോണ്ടിനെ എന്താക്കി എക്സ്ചേഞ്ച് ചെയ്യാം? ഇക്വിറ്റി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. കൺവേർട്ടബിൾ ബോണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. കൺവേർട്ടബിൾ ബോണ്ടിന് റിസ്ക് കൂടുതലാണോ കുറവാണോ അങ്ങനെയാണെങ്കിൽ? കൂടുതലല്ലേ? റിസ്ക് എങ്ങനെ കൺവേർട്ടബിൾ ബോണ്ടിന് കൂടുതലാവുക? ബോണ്ട് എന്ന് പറയുന്ന കടം. ബോണ്ട് എന്ന് പറയുന്ന കടമല്ലേ. കടം എന്ന് പറയുന്ന സാധനം ബേസിക്കലി ഇക്വിറ്റി ഓണറാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ അവിടെ സേഫ് ഓപ്ഷൻ അല്ലേ. ഞാനൊരു മുതലാളിയായി മാറുകയല്ലേ, കുറച്ചുകൂടി സേഫ്റ്റി കൂടുതലല്ലേ എനിക്ക്. ഇക്വിറ്റി എന്ന് പറയുന്നത് ഓണേഴ്സ് ഓഫ് ദി കമ്പനി, ഇക്വിറ്റി ഷെയർസ്. ബോണ്ട് കടം. അപ്പൊ സേഫ്റ്റി കൂടുതൽ ഏതിനാണ്? കൺവേർട്ടബിൾ ബോണ്ട്സിനല്ലേ. അത് മനസ്സിലായോ? ഒന്നും കൂടി പറയാമോ സർ? ബേസിക്കലി ബോണ്ട് എന്ന് പറയുന്നത് കടമാണ്, ഇക്വിറ്റി എന്ന് പറയുന്നത് ഓണർഷിപ്പ് ആണ്. യു ഹാവ് മോർ റൈറ്റ്സ് ഹിയർ അല്ലെ. റൈറ്റ്സ് കൂടുന്നു, വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, യു ആർ സേഫ്, കുറച്ചുകൂടി എന്താണ് ഓണറാണ്. ബോണ്ട് എന്ന് പറയുന്നത് കടമാണ്. കടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കിട്ടിയതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഇക്വിറ്റി ആക്കി മാറ്റാം എന്നുള്ളൊരു ഓപ്ഷൻ. അതായത് നിങ്ങൾക്ക് ഒരു പൈസ കടം കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മുതലാളിയാവാം.
അങ്ങനെയാണെങ്കിൽ ഇതിന് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും കുറവായിരിക്കില്ലേ? കാരണം റിസ്ക് ഇവിടെ കുറവല്ലേ? കാരണം നിങ്ങൾക്ക് മുതലാളി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്, നിങ്ങൾ മുതലാളിയായി മാറും ഭാവിയിൽ. സോ ഓട്ടോമാറ്റിക്കലി റിവാർഡ് എന്തായിരിക്കും? കുറവായിരിക്കും. കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഇത് ശരിയാണ്. രണ്ടാമത്, ഇഫ് ഓപ്ഷൻ ടു കൺവേർട്ട് ഇക്വിറ്റി അഫോർഡ് എ ബോണ്ട് ഹോൾഡർ ടു ഡിഗ്രി ഓഫ് ഇൻഡെക്സേഷൻ ടു റൈസിംഗ് കൺസ്യൂമർ പ്രൈസ്. ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റൈസിംഗ് കൺസ്യൂമർ പ്രൈസ് എന്ന് പറഞ്ഞ അർത്ഥം എന്തായിരിക്കും? റൈസിംഗ് കൺസ്യൂമർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടുതലാവുക എന്നുള്ളതല്ല അർത്ഥം. അത് മനസ്സിലായോ? റൈസിംഗ് കൺസ്യൂമർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടുതലാവുക എന്നുള്ളതാണ് അർത്ഥം. റൈസിംഗ് കൺസ്യൂമർ പ്രൈസ് കൂടുന്നു. ഓക്കെ, സോ ഇൻഫ്ലേഷൻ കൂടുന്നു. ആൻഡ് ഓപ്ഷൻ ടു കൺവേർട്ട് ടു ഇക്വിറ്റി അഫോർഡ് the option to convert to equity afford the bond holder a degree of indexation to rising consumer price. അതായത് ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മളെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിനകത്തുള്ള വ്യത്യാസം വരുത്താൻ, കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഒരു ഓപ്ഷനാണ്, ഒരു പോസിബിലിറ്റിയാണ്. അപ്പം ഒരു ഓപ്ഷൻ ടു കൺവേർട്ട്, അതായത് ഇതിനെ കൺവേർട്ട് ടു ഇക്വിറ്റി ക്ലിയർ ആയിട്ട് ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്, അതല്ല ക്വസ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് കൺവേർട്ട് ടു ഇക്വിറ്റിയായി കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ബോണ്ട് ഹോൾഡറിന് കുറച്ചുകൂടി എന്ത് ചെയ്യും? ഡിഗ്രി ഓഫ് ഇൻഡെക്സേഷൻ ടു റൈസിംഗ് പ്രൈസ് കൺസ്യൂമർ പ്രൈസ്. അതായത് കൺസ്യൂമർ പ്രൈസ് മാറുന്നതിനനുസരിച്ച് പുള്ളിക്ക് ചോയ്സ് എടുക്കാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട്. ശരിയല്ലേ? ഇയാൾക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ റിസ്ക് കുറവ്. കൺസ്യൂമർ പ്രൈസിൽ നിന്ന് ഇയാൾക്ക് എന്ത് ചെയ്യാം? പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ബോണ്ട് ഈൽഡ് കുറയും എന്നുള്ളത് ബേസിക് കോൺസെപ്റ്റ് ആണ്. അത് നമുക്ക് പഠിക്കാൻ അറിയില്ലെങ്കിൽ. പക്ഷേ കൺസ്യൂമർ പ്രൈസ് കൂടുമ്പം എന്ത് ചെയ്യണം? ഇയാൾക്ക് സേഫ്റ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. രണ്ടും തമ്മിൽ കൺസിസ്റ്റന്റ് അല്ലേ? രണ്ടിന്റെ സ്റ്റേറ്റ്മെന്റിന്റെയും ആദ്യ ഭാഗം പറയുന്ന ഒരേ കാര്യമാണ്. ദർ ഈസ് ആൻ ഓപ്ഷൻ ടു എക്സ്ചേഞ്ച് ഫോർ ഇക്വിറ്റി കൺവേർട്ടബിൾ ബോണ്ട്സ്. കൺവേർട്ട് ചെയ്യാം. എക്സ്പ്ലെയിൻ. ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇതിനകത്ത് പുതിയതുള്ളൂ, ബാക്കി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓപ്ഷൻ ടു കൺവേർട്ട് ആൻ ഇക്വിറ്റി അഫോർഡ് എ ബോണ്ട് ഹോൾഡർ, ഇവിടം വരെ. അഗെയിൻ എക്സ്പ്ലെയിനിങ് ദി സെയിം കോൺസെപ്റ്റ്. ഇതിന്റെ ഈ ഭാഗം തൊട്ട് മാത്രമേ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് സംസാരിക്കുന്നുള്ളൂ. So both of them are actually explaining the word itself. Second thing is that നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പേ ലെവർ ഇൻട്രസ്റ്റ് ഈസ് റിസ്ക് ഈസ് ലെസ്, സോ റിവാർഡ് ഈസ് ലെസ്. ഓപ്ഷൻസിലേക്ക് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? റിസ്ക് കുറവും. കൺവേർഷൻ പോസിബിൾ ആണ്, സോ റിസ്ക് ഈസ് ലെസ്. അഗെയിൻ റിവാർഡ് ലെസ് ആയിരിക്കും. ഇന്റർസെക്ഷൻ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? രണ്ടും എന്താണ്? ശരിയായിരിക്കും ഇവിടെ. ക്ലിയർ? ഇത് സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ? ആ വേർഡ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കേ. അറ്റ്ലീസ്റ്റ് രണ്ടെണ്ണം ശരിയാണെന്ന് മനസ്സിലായി. ആ ഒരു ഓർഡറിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. രണ്ടെണ്ണം എന്തായാലും ശരിയാണെന്ന് മനസ്സിലായി. ഫോളോയിങ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആണ്, സോ ഇറ്റ്സ് വിൽ ബി കമ്മ്യൂണിക്കേഷൻസ് തന്നെയാണെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു. രണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സാധനങ്ങളില്ലേ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ എൻഡ് ചെയ്യുന്നു. എന്തോ ഒരു റിസീവർ ഉണ്ടാവും, അല്ലെങ്കിൽ സംസാരിക്കും. ഇപ്പൊ ഫോൺ ആണെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നതാണ്, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലായി. ഷോർട്ട് റേഞ്ച് ആണ്. ഷോർട്ട് റേഞ്ച് എന്ന് പറയുമ്പോൾ ദൂരം പോവില്ല, ക്ലോസ് ആണ് ബേസിക്കലി. ഷോർട്ട് റേഞ്ച് പറയുമ്പോൾ അടുത്തുള്ള ആളുകൾ തമ്മിലായിരിക്കും. ഓക്കെ, ഇവിടെ ഷോർട്ട് റേഞ്ച് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ ക്ലബ് ചെയ്തൂടെ ഈസി ആയിട്ട്? വേണ്ട, നിങ്ങൾ ആലോചിച്ചോ ഏതൊക്കെ തമ്മിൽ ക്ലബ് ചെയ്യാം? 1ഉം 3ഉം ക്ലബ് ചെയ്യാന്ന് പറയുന്നു. ഓക്കെ, ക്ലോസ് സർക്യൂട്ടും വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കും ക്ലോസ്ഡ് സർക്യൂട്ടും രണ്ടും ചെറിയ സ്ഥലമാണ്. ഇപ്പൊ 1ഉം 3ഉം എന്തായാലും ശരിയാവാനുള്ള ചാൻസസ് ഉണ്ട്. രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്തായാലും നിങ്ങൾക്ക് വെറുതെ എടുത്ത് കളയാം. ഇനി എന്ത് ചെയ്യും? റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ശരിയായിരിക്കും തെറ്റായിരിക്കോ? അത് അറിയാത്തവരൊന്നും തംസപ്പ് തന്നെ. റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ അറിയില്ല എന്നുള്ളവരാണ് അല്ലെ? അറിയില്ല. നിങ്ങൾക്ക് ഇത് അറിയാം. അതിനെ ഒന്ന് ഷോർട്ടാക്കി പറയട്ടെ. ഇതൊന്നും അറിയാത്തവരല്ലേ? റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ അറിയില്ല. ഇനി അറിയില്ല എന്ന് പറഞ്ഞു നിർത്തിക്കോ. RFID എന്ന് കേട്ടവരൊന്ന് പറഞ്ഞ് കൈ നോക്കിക്കേ. RFID എന്ന് കേട്ടവർ തംസപ്പ് തന്നെ. RFID എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ?
RFID എന്ന് കേട്ടവരൊന്ന് തംസ് അപ്പ് വരുമോ? നേരത്തെ ഇല്ലെന്ന് പറഞ്ഞൊരു മായ ഒരാൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ RFID കേട്ടിട്ടില്ല അല്ലെ? ഓക്കെ, RFID പൊതുവെ ഓക്കെ. ഫാസ്ടാഗ് കേട്ടിട്ടുണ്ടോ? ഫാസ്ടാഗ് കേട്ടവരൊന്ന് കൈവക്കിക്കേ. ഓക്കെ, ഫൈൻ. ഫാസ്ടാഗിൽ എന്ത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്? ഇനി ഫാസ്ടാഗ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാറിന്റെ മുകളിലുണ്ട് ഫാസ്ടാഗ്. ഒരു സ്ഥലത്തെത്തുന്ന സമയത്തുമ്പം അവിടെ ഒരു എന്ത് ചെയ്യുന്നു, ഒരു ഇങ്ങനെയുള്ള ഒരു ക്യാമറ പോലെ ഒരു സാധനം അവിടെ വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നു. വണ്ടി തുറക്കുന്നു. QR കോഡ് സ്കാൻ ചെയ്തെടുക്കാനുള്ള ഗ്യാപ്പ് ഒന്നും അതിനകത്ത്, QR കോഡ് അതിനകത്ത് ഇല്ല. അപ്പൊ QR കോഡ് സ്കാൻ ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ ഫാസ്ടാഗ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയ ചിപ്പ് പോലെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ കൃത്യം അവിടെ അതിനകത്ത് സ്റ്റോർ ആയി വെക്കുന്നു. എന്തായിരിക്കും RFID? എന്താണ് ഈ ഫാസ്ടാഗിൽ നടക്കുന്ന ടെക്നോളജി? ബേസിക്കലി ഇറ്റ്സ് നത്തിങ് ബട്ട് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ആണ്. RFIDs എന്ന് വിളിക്കും. ഇത് നമുക്ക് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്ത് വരുന്നു. നിങ്ങളിപ്പം യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലോ, ഇപ്പൊ ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ ഇവിടെ ലൈബ്രറി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബുക്ക് എടുത്തിട്ട് ബുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിൽ ഒരു ചിപ്പ് ഉണ്ട് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ. ഞാൻ പണ്ട് പോയതാണ്, ഇപ്പൊ അങ്ങനെയാണെന്ന് എനിക്കറിയില്ലേ. ഇപ്പൊ അതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുണ്ടാവും ചിലപ്പോൾ. അതെന്ത് ചെയ്യും? ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ബുക്ക് എടുത്തിട്ട് നിങ്ങളൊരു വേണ്ട ഡിക്കാത്തലോണിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, അതിനകത്ത് സെൽഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബില്ലടിക്കാം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ സാധനത്തിന് അതിന്റെ ബാസ്ക്കറ്റിലേക്ക് ഇട്ടാൽ മതി. വേറെ അത് തന്നെ കണ്ടുപിടിച്ച് എന്താ ഐറ്റം അടിച്ചോളും. അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ലൈബ്രറി പോയി കഴിഞ്ഞാൽ അവർ ബുക്ക് ഒരു സാധനത്തിന്റെ മുകളിലേക്ക് വെക്കും. ഓട്ടോമാറ്റിക്കലി അത് ഏതാ ബുക്ക് എന്നുള്ളത് അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് വന്നോളും. ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താ യൂസ് ചെയ്യുന്നത്? റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. തൊട്ടടുത്തുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സാധനങ്ങൾ. ഇനി നിങ്ങൾ വേറൊരു റേഡിയോ ഫ്രീക്വൻസി നിങ്ങൾ എന്തായാലും കേട്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, കവച്. വാട്ട് ഈസ് കവച്? ആന്റി കൊയിലേഷൻ സിസ്റ്റം. എന്താണ് ചെയ്യുന്നത്? രണ്ട് RFID വരുന്നു. ബേസിക്കലി ട്രെയിൻ അടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇത് ക്ലോസ് സർക്യൂട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫാസ്ടാഗ് വെച്ചൊരു കാറ് 2 കിലോമീറ്റർ അപ്പുറം അല്ലെങ്കിൽ 1 കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ അത് റീഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഫെയിലർ ആവും. എവിടെ വരുമ്പോഴേ റീഡ് ആവാൻ പാടുള്ളൂ? അടുത്ത് വരുമ്പോൾ മാത്രമേ റീഡ് ആവാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ഇത് ഓപ്പൺ ആവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അങ്ങ് വരുന്ന കാറിന്റെ വരെ ഇത് പിടിക്കും. അപ്പൊ ഇത് ക്ലോസ് സിസ്റ്റം ആയിരിക്കണം RFID വരിക. അപ്പൊ ഞാനത് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. മാക്സിമം പോസിബിലിറ്റി എടുക്കുക. RFID പൊതുവെ ഒരു കോമൺ സാധനം ആയിരുന്നു. ഓക്കെ, അപ്പം അതേ പറഞ്ഞു ഇത്രയും സിസ്റ്റത്തിലുണ്ട്. അപ്പം അതേപോലെ കവച് സിസ്റ്റത്തിൽ എന്തെയും തൊട്ടടുത്ത് വരുന്നത് മീൻസ് ഇതെന്താണ്? ആന്റി കോയിലേഷൻ സിസ്റ്റം ആണ്. രണ്ട് വണ്ടികളും എന്ത് ചെയ്യും? ഇത് RFIDs വെച്ചിരുന്നത് ഓഫായി പോകുന്ന പോലത്തെ സിസ്റ്റംസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള എല്ലാ സിസ്റ്റത്തിലും RFID ആണ് യൂസ് ചെയ്യുന്നത്. ഇതും എന്താണ്? ഷോർട്ട് സർക്യൂട്ട് ആണ് കേട്ടോ. ഇത് ശരിയായിട്ട് എത്ര പേരുണ്ട്? ഷോർട്ട് റേഞ്ച് ഡിവൈസസ് ആണ്. ഒരാളുള്ളോ? ഇവിടെ നിങ്ങൾ മാക്സിമം പോസിബിലിറ്റീസ് ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇങ്ങനത്തെ ടെക്നോളജീസ് അല്ലേ, മാക്സിമം പോസിബിലിറ്റി വെച്ച് ചിന്തിച്ച് നോക്കി എടുക്കുകയാണ് ബേസിക്കലി ചെയ്യേണ്ടത്. T ആണ് ആൻസർ. 1, 2, 3 ആണ് ആൻസർ. എല്ലാം എന്താണ്? ക്ലോസ്ഡ് റേഞ്ച്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. എനിക്കിത് പൊതുവെ കൺഫ്യൂഷൻ വന്നെന്ന് ഞാൻ വിചാരിച്ചത് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ആരും പറയാറില്ല. RFID എന്ന് പറയുന്നത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാമെന്നാണ് വിചാരിച്ചിരുന്നത്. UPSC തരുന്ന ചില ടേം നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ അതിനൊന്ന് ഷോർട്ട് ആക്കി നോക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഷോർട്ട് ആയിട്ട് പറയുന്നത് നിങ്ങൾ എന്നും ഉപയോഗിക്കുന്ന വേർഡ് ആയിരിക്കും, പക്ഷെ അതിന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാത്തോണ്ടായിരിക്കും. അപ്പൊ അതിനെ കിട്ടിയില്ലെങ്കിൽ വെറുതെ ഒന്ന് ഷോർട്ട് ആക്കി നോക്കണേ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ആ വേർഡ് കിട്ടും. ഞാൻ കുറച്ചുകൂടി ഇത് ചെയ്ത് നോക്കിക്കേ. റീസൺ ആൻഡ് ആൻസർ സെക്ഷനിലേക്ക് പോവാം. കുറച്ച് മടുത്തോ? ടയേർഡായോ? ഇല്ലല്ലോ. ഒരാൾ ടയേർഡായില്ല, ഞാൻ ടയേർഡായി. ഓക്കെ, ഇനി rainfall is one of the reason for weathering of rocks. Rainwater contains carbon dioxide in solution. Rainwater contains atmospheric oxygen. നിങ്ങൾ UPSCക്ക് വേണ്ടി പഠിക്കുന്ന സമയത്ത് ഈ കറണ്ട് അഫയേഴ്സ് ഒന്നും വായിക്കുന്ന സമയത്ത് അതൊന്നും കാണാതെ മൊത്തം പഠിക്കരുത് കേട്ടോ. അതൊന്നും ഒരു ഗുണവുമില്ല. ജസ്റ്റ് അതെന്താന്ന് അറിഞ്ഞിരിക്കണം. വൈ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടി ഒന്ന് വെച്ചൊന്ന് പഠിച്ചാൽ മതിയെ. വെറുതെ ഫുൾ കുറെ ഫീച്ചേഴ്സ് പഠിച്ചുകൊണ്ടൊന്നും ഗുണം കിട്ടില്ലേ. വൈ ദിസ് പർട്ടിക്കുലർ കോൺസെപ്റ്റ് എന്നുള്ളതൊന്ന് നോക്കിയാൽ മതി.
സി എന്ന് പറയുന്നു. നന്ദ പറയുന്നു സി ആണെന്ന്. ഇനി 3 സ്റ്റേറ്റ്മെന്റ് വരുമ്പം നമുക്ക് ഒരു കാര്യം എന്തായാലും ഉറപ്പായിട്ട് അറിയാം. എന്തായിരുന്നു അത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ശരിയായിരിക്കും, അബ്സല്യൂട്ട്ലി ശരിയായിരിക്കും. റെയിൻഫാൾ വൺ ഓഫ് ദ റീസൺ ഫോർ വെതറിംഗ് ഓഫ് റോക്സ്. മഴ പെയ്ത് റോക്സ് വെതർ ചെയ്യുന്നത് എന്തായാലും നമുക്കറിയാം. മഴ പെയ്തിട്ട് അത് ഒലിച്ചു പോവും, പൊട്ടിപ്പോവും. അത് മഴയായിട്ട് പറിച്ചിട്ട് അത് കലങ്ങി ഇപ്പം കല്ലൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ അതിന്റെ കളറൊക്കെ ഇങ്ങനെ ഇളകി പോകുന്ന കാണാൻ പറ്റും അല്ലെ? സംതിങ് ഹാപ്പനിങ്. എ പറയുന്നു, നന്ദ എ പറയുന്നു. ഓക്കെ, നന്ദല്ല നന്ദന. 2 നന്ദ സി, നന്ദന എ. മഞ്ജു എ. ഗൗതം ബി. Both statements are correct, but only one of them explains. ബാക്കിയുള്ളവര് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് സോറി സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ് എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് മറ്റേ തംസപ്പ് തന്നെ. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണെന്ന് പറയുന്നവരാണ് എത്ര പേരേ ഉള്ളൂ? ബാക്കിയുള്ളവരോ തെറ്റാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ കറക്റ്റ് ആണെന്ന് പറയുന്ന ആളുകളാണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് 3 കറക്റ്റ് ആണെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? റെയിൻ വാട്ടർ കണ്ടെയ്ൻസ്. ഓക്കെ, ഇത് തെറ്റാന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാന്ന് പറയുന്നവരൊന്ന് തംസപ്പ് തന്നെ. വളരെ കോമൺ ആയിട്ട് നമുക്കറിയാം, അറ്റ്മോസ്ഫിയറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വാട്ടർ വരുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഓട്ടോമാറ്റിക്കലി കാർബൺ ഡൈ ഓക്സൈഡ് എന്തിൽ മിക്സ് ആയിട്ടുണ്ടാവും? വാട്ടറിൽ മിക്സ് ആയിട്ടുണ്ടാവാം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതേപോലെ ഓക്സിജനും എന്ത് ചെയ്യാം? വെള്ളത്തിൽ മിക്സ് ആവാം. അപ്പം മഴയിൽ എന്തായാലും എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഉണ്ട് എന്നുള്ളത് ഒരു ജനറലിസ്റ്റിക് നോളജ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ? ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. വെതറിംഗ് നടക്കാൻ ഇതിന് ഏജന്റ് ആവുന്നുണ്ടോ? കാർബൺ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും വെതറിംഗ് നടക്കുമോ? ആലോചിച്ച് നോക്കിയേ. കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളതുകൊണ്ട് നടക്കുന്ന വെതറിംഗ് എന്തായിരിക്കും? എന്തെങ്കിലും റോക്ക് കാർബൺ ഡൈ ഓക്സൈഡുമായി പ്രവർത്തിക്കുമോ? പ്രവർത്തിക്കില്ല. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, കാർബൺ സീക്വസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ റോക്സിനെ പൊടിച്ചിടുന്നു എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് മഴയിൽ റോക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്ത് അതിനെ കാർബണേറ്റ് ആക്കി മാറ്റില്ലേ? ബേസിക്കലി കാർബണായിട്ട് അത് പ്രവർത്തിക്കില്ലേ? പ്രവർത്തിക്കാനുള്ള ചാൻസ് കൂടുതലല്ലേ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. റെയിൻ വാട്ടർ കണ്ടെയ്ൻ അറ്റ്മോസ്ഫിയർ ഓക്സിജൻ. ഓക്സിജൻ ഉള്ള വെള്ളം തട്ടുമ്പോൾ അത് ഓക്സിഡേറ്റ് ആവില്ലേ? തുരുമ്പ് വരില്ല. മീൻസ് റോക്സ് എന്ത് ചെയ്യുന്നു? ഇപ്പം മെറ്റഫറിക് അല്ലെങ്കിൽ അയൺ കണ്ടന്റ് ഉള്ള റോക്സ് ആണെന്നുണ്ടെങ്കിൽ, ഇഗ്നിയസ് റോക്സ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം? അതിന്റെ കളർ മാറാം. റോക്സിന്റെ കളർ മാറി അതെന്ത് ചെയ്യാം? വെതറിംഗിലേക്ക് പോവാം. അതിനെ വീക്കൻ ചെയ്യാം, റസ്റ്റ് ചെയ്യാം. റോക്കിന് അയൺ കണ്ടന്റ് ഉള്ള സ്ഥലങ്ങളിൽ റസ്റ്റ് പിടിക്കില്ലേ? റോക്കില് അയൺ കണ്ടന്റ് കൂടുതലുള്ള റോക്കില്. അപ്പൊ രണ്ടും എന്താണ്? പോസിബിലിറ്റീസ് ആണ്. ഇവിടെ മാക്സിമം പോസിബിലിറ്റീസ് നിങ്ങൾ എടുക്കുകയും വേണം. കാരണം എന്താണ്? കാർബണിന് ബേസിക്കലി ഒരു സാധനം, നിങ്ങൾ ജോഗ്രഫിയിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജോഗ്രഫിയിൽ ഒരു സാധനം ഒരൊറ്റ സാധനം കൊണ്ട് സംഭവിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഇവന്റ് ജോഗ്രഫിയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ ദർ വിൽ ബി മൾട്ടിപ്പിൾ ഇവന്റ്സ് കാരണം കോസ് ചെയ്തിട്ടേ ഒരു സാധനം സംഭവിക്കുള്ളൂ. ദർ വിൽ ബി കോസ് 1, കോസ് 2, കോസ് 3. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എയർ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി എന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈ പ്രഷറും ലോ പ്രഷറും ആയതുകൊണ്ട് മാത്രമാണ് എയർ ഇങ്ങനെ വന്നതെന്ന് പറയാൻ പറ്റില്ല. അനദർ റീസൺസ്. എയർ എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു, കൊറിയോളിക് ഫോഴ്സ് ഉണ്ടാവാം. അപ്പം ഇവിടെ എന്ത് ചെയ്യും? അങ്ങനെ പല റീസൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഒറ്റ കോഴ്സ് കൊണ്ട് ജോഗ്രഫിയിൽ ഒന്നും സംഭവിക്കില്ല. അതായത് കൃത്യമായിട്ട് ജോഗ്രഫിയിൽ ഇതുകൊണ്ട് മാത്രമാണ് ഇത് ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്ന സാധനം കൊണ്ടാണ് ഇവിടെ മൺസൂൺ ഉണ്ടായെന്ന് പറയുന്ന ഒരു കോഴ്സ് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ മൺസൂൺ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണ്? ഒന്ന്, പ്രഷർ ബെൽറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മൗണ്ടെയിൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ പല റീസൺസ് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റും. ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. മൾട്ടിപ്പിൾ കോസസ് എപ്പോഴും ഉണ്ടാവും ജോഗ്രഫിയിൽ. അപ്പൊ ജോഗ്രഫിയിൽ അതിന്റെ പോസിബിലിറ്റീസിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. ഒരു സാധനം മാത്രമേ ജോഗ്രഫിയിൽ സംഭവിക്കുള്ളൂ. അതായത് ഇങ്ങനെ ഞാൻ പറയാണ്, മൺസൂൺ ഓൺലി ഹാപ്പൻസ് ഓൺലി ബിക്കോസ് ഓഫ് പ്രഷർ പ്ലേറ്റ് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. അതേപോലെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഒരു കാര്യം നടക്കുന്നത് ജോഗ്രഫിയിൽ പറഞ്ഞാൽ, ഞാൻ പറയുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ജോഗ്രഫിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും. ജോഗ്രഫിയിൽ പോസിബിലിറ്റീസ് എപ്പോഴും കൂടുതലാണ്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിൽ ആലോചിക്കണം. എ ആണ് ഉത്തരം വരിക. അങ്ങനെയാകുമ്പോൾ രണ്ടും എന്ത് ചെയ്യാം? രണ്ടിലും എന്താണ്? പോസിബിലിറ്റീസ് ഉണ്ട്. റോക്ക് എന്താവാം? വെതർ ആവാം. ഓക്സിജൻ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം? വെതറിങ് സംഭവിക്കാം.
ഓക്കെ, ഇത് നോക്കിയ ജോഗ്രഫിയിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കേണ്ട തെറ്റാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. രണ്ടും തെറ്റാനുള്ള പോസിബിലിറ്റി, ഒരെണ്ണം തെറ്റാനുള്ള പോസിബിലിറ്റി, ക്ലബ് ചെയ്യാൻ പറ്റുമോ, രണ്ടും സിമിലർ നേച്ചർ ആണോ എന്നൊക്കെ നോക്കിക്കേ. നമുക്ക് കുറച്ച് കൂടുതൽ കോസ് ആൻഡ് എഫക്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. ഇത് എപ്പോഴും ആളുകൾക്ക് തെറ്റിപ്പോകുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് പ്രാക്ടീസ് കുറച്ച് കൂടുതൽ ചെയ്യാം കേട്ടോ. നാളത്തെ ക്ലാസ്സിലും കുറച്ച് കോസ് ആൻഡ് എഫക്ട് തന്നെ കുറച്ചെണ്ണം ചെയ്യാം. എല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, 1-2 സെഷനിൽ നമുക്ക് ഇതുവരെ പഠിച്ച എല്ലാ ടെക്നിക്കുകളും പല ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വെറുതെ ചെയ്ത് നോക്കാം റാൻഡം ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പാറ്റേൺ അറിയാലോ, ഇതാണ് ഞാനിപ്പോ നമ്മളെല്ലാം സേഫ് ബെറ്റർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ മിക്സ് ആക്കിയിട്ട് നമുക്ക് വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, ആൻസർ എന്താണ്? എ പറയുന്നവരൊക്കെ ഒന്ന് തംസപ്പ് തന്നെ. ഗൗതം. ഓക്കെ, ബി പറയുന്നവര്? സി പറയുന്നവര്? ഡി പറയുന്നവര്? ഓക്കെ, ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പം ആദ്യം ചിന്തിക്കുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ വെറുതെ വായിച്ചു പോയി, സെക്കൻഡ് വായിച്ചു പോയി. 1-2 ബേസിക് കോൺസെപ്റ്റ് ആണ്. പൊതുവെ എലിമിനേറ്റ് അല്ലാതെ നിങ്ങൾ അത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുക. പക്ഷെ ഇത് ബേസിക് കോൺസെപ്റ്റ് ആണ്. തിക്നെസ് ഓഫ് എ ട്രോപ്പോസ്ഫിയർ അറ്റ് ദി ഇക്വേറ്റർ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ കമ്പയർഡ് ടു പോൾസ്. ജോഗ്രഫിയിൽ കുറച്ച് ചിത്രം വരയ്ക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും നന്നായിരിക്കും. ഓക്കെ, തിക്നെസ് ഓഫ് പോൾസിലെക്കാട്ടും എന്ത് ചെയ്യുന്നു, ട്രോപ്പോസ്ഫിയറിന്റെ തിക്നെസ് ഇവിടെ കൂടുതലാണ് എന്നാണ് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. എനിക്കറിയില്ല, ഇതൊക്കെ എനിക്ക് അറിയുന്ന ഫാക്ച്വൽ സാധനമാണ്, വെറുതെ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഇപ്പൊ വെറുതെ എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അറ്റ് ദ ഇക്വേറ്റർ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ഗ്രേറ്റ് ഹൈറ്റ് ബൈ സ്ട്രോങ് കൺവെൻഷണൽ കറന്റ്. നിങ്ങൾക്ക് ലോജിക് ഒന്നും അറിയാതെ, നിങ്ങൾക്ക് വേറൊരു സാധനം മീൻസ് ലോജിക് അല്ല, ഫാക്ച്വൽ അറിയാതെ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. എന്താന്ന് പറയാൻ പറ്റുമോ? ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ. കാരണം എന്താണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കണം. കാരണം തിക്നെസ് ഓഫ് ട്രോപ്പോസ്ഫിയർ അറ്റ് ദി ഇക്വേറ്റർ ഈസ് മച്ച് ഗ്രേറ്റർ കമ്പയർഡ് ടു പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൺവെൻഷണൽ ഗ്രേറ്റ് ഹൈറ്റിലേക്ക് ഇവിടെ ഇക്വേറ്ററിൽ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഗ്രേറ്റ് ഹൈറ്റ്. ഇക്വേറ്ററിൽ ഹീറ്റ് കുറെ ഹൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും രണ്ടും ഒന്നല്ലേ? ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായെന്ന് തംസപ്പ് വരുമോ? ഒരാൾക്ക് മനസ്സിലായുള്ളോ? എല്ലാവർക്കും മനസ്സിലായോ? അതായത് ഇക്വേറ്ററിൽ ഹൈറ്റ് കൂടുതലാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. എനിക്ക് അറിയില്ല ശരിയാണോ തെറ്റാന്ന്. ഇഫ് ഐ ആം അസ്യൂമിങ് ഇത് ശരിയാണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇക്വേറ്ററിൽ ഹീറ്റ് ട്രാൻസ്ഫർ ടു ഗ്രേറ്റ് ഹൈറ്റ് എന്നാണ് പറയുന്നത്. രണ്ടും ഹൈറ്റിന്, ഇക്വേറ്ററിലും കുറെ ഹൈറ്റ് ഉണ്ട്, ഇവിടെ ഇക്വേറ്ററിൽ കൂടുതൽ ഹൈറ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ എന്താണ്, ഇക്വേറ്ററിലാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്, ഇക്വേറ്ററിനാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ്. അറ്റ്ലീസ്റ്റ് എന്താണ്, എനിക്ക് ഒരു കോൺസെപ്റ്റും അറിയില്ലെങ്കിൽ രണ്ടും എന്താണ്, ഹൈറ്റിനെ പറ്റിയാണ്, രണ്ടും ഈക്വൽ ആണ് പറയുന്നത്. അതായത് ഇത് ശരിയാണെങ്കിൽ എന്തായാലും ഇത് ശരിയായിരിക്കണം. രണ്ടും തെറ്റുന്ന ഒരു ഓപ്ഷൻ എനിക്ക് ഒരിക്കലും ഇല്ലാത്തതുകൊണ്ട് ആൻസർ എയോ ബിയോ ആയിരിക്കും അല്ലെ? ഇനി നോക്കിക്കേ, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? ഇക്വേറ്റർ ഹൈറ്റ് കൂടുതലാണ്. ഇക്വേറ്റർ ഹൈറ്റ് കൂടുതലുള്ള റീസൺസ് എന്താണ്? കൺവെൻഷണൽ കറന്റിനെ മാറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോ. അതുകൊണ്ട് ഇതൊക്കെ ബേസിക്കലാണ്. അഡ്വെക്ഷൻ, കൺവെക്ഷൻ, കണ്ടക്ഷൻ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ്. എന്താണ് കൺവെൻഷണൽ കറന്റ് എന്ന് നിങ്ങൾക്ക് അറിയാലോ. എയർ എന്ത് ചെയ്യുന്നത്, ചൂടായി എയർ പാർസൽസ് മുകളിലോട്ട് പോകുന്നതാണ് ബേസിക്കലി കൺവെൻഷണൽ കറന്റ്. അതൊക്കെ ബേസിക് NCERTs ആണ്. അപ്പൊ അതൊന്നും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇത്ര കൂടി വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിലും രണ്ടും ഇതെന്താണ് ലോജിക്കലി നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, ഇക്വേറ്ററിൽ ഹൈറ്റ് കൂടുതൽ, പോൾസിൽ എന്താണ് ഹൈറ്റ് കുറവ്. ഇനി നോക്കിക്കേ, ഇക്വേറ്ററിൽ ഹീറ്റ് കൂടുതൽ പോകുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ പോൾസിൽ ഹീറ്റ് ഉണ്ടാവോ? പോൾസിൽ കൂടുതൽ ഐസ് ആണ് അല്ലെ, ഹീറ്റ് കുറവാണ്, സണ്ണൻ അത് എത്തില്ല, എന്തായാലും ചൂട് എവിടെ ആയിരിക്കും കൂടുതൽ, ഇക്വേറ്ററിലാണെന്ന് എനിക്കറിയാം. അപ്പം ഇതും ലോജിക്കാണ്, ഇക്വേറ്ററിൽ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ കൺവെൻഷണൽ കറൻസ് ഉണ്ടാവും എന്നുള്ളതും ലോജിക്കലാണ്. സോ ആൻസർ എ ആയിരിക്കും. കിട്ടിയോ? പല രീതിയിൽ ചിന്തിക്കാം. ഒന്ന് നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് ചിന്തിക്കാം, രണ്ടാമത് എന്ത് ചെയ്യാം, ബേസിക്കലി ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു കണ്ടിന്യൂഷൻ സ്റ്റേറ്റ്മെന്റ് പോലെ വായിച്ച് വെറുതെ ഒന്നും അറിയില്ലെങ്കിലും വെറുതെ വായിച്ചാൽ പോലും കിട്ടുന്നതാണ്. ആലോചിക്കേണ്ട ഇക്വേറ്ററിൽ പോൾസ്, ഇക്വേറ്ററിൽ സണ്ണുണ്ട്, പോൾസിൽ സണ്ണില്ല. അപ്പം രണ്ടാമത് വായിക്കുമ്പോൾ എനിക്ക് ഹീറ്റ് കൊണ്ടാണ് ചൂട് കൂടുന്നത്, രണ്ടും ക്ലബ്ഡാന്ന് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ഒരു പോസിബിൾ റീസൺ അല്ലേ ഹൈറ്റ് കൂടാൻ എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ കറക്റ്റ് ആണ്, കണ്ടിന്യൂഷൻ ആണ്.
ഇത് ചെയ്യേണ്ടത്. ഇത് ഫാക്ച്വൽ ആണ്, ചെയ്യാൻ പറ്റില്ല. ഇതൊന്ന് നോക്കിക്കേ. ആൻസർ ഏതാ? എ പറയുന്നവരൊന്ന് കൈ വെക്കാവോ? മീൻസ് തംസപ്പ് തരാവോ? 1 2 3 4. എല്ലാവർക്കും ഇത് ശരിയായി കിട്ടും അല്ലെ? സർക്കുലർ എക്കണോമി റെഡ്യൂസ് ദ എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഇത് അബ്സല്യൂട്ട്ലി ട്രൂ ആണ്. സർക്കുലർ എക്കണോമി റെഡ്യൂസ് ദ യൂസ് ഓഫ് റോ മെറ്റീരിയൽ ആസ് ഇൻപുട്ട്. റോ മെറ്റീരിയൽ ഇൻപുട്ട് ആയിട്ട് കുറയ്ക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം സർക്കുലർ റോ മെറ്റീരിയൽ ഇൻപുട്ട് കുറയ്ക്കുന്ന വേസ്റ്റ് കുറയ്ക്കുന്നു. സർക്കുലർ എക്കണോമി റെഡ്യൂസ് വേസ്റ്റേജ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഗ്രീൻ ഹൗസ് രണ്ടും എന്തെയ്യുന്നു? പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് കുറയുന്നു, റെഡ്യൂസ് വേസ്റ്റേജ് കുറയുന്നു. അതുകൊണ്ട് പ്രൊഡക്ഷൻ പ്രോസസ് എന്ത് ചെയ്യുന്നു? വീണ്ടും ഗ്രീൻ ഹൗസ് ഗ്യാസ് കുറയുന്നു. രണ്ടും എന്താണ്? എക്സ്പ്ലെയിനറിറ്റി ആണ്, എ ആണ്. ഇത് ബേസിക്കലി ഇതൊരു ഫാക്ച്വൽ സാധനം ഇതിനകത്തുണ്ട്. ബേസിക്കലി കംപ്ലീറ്റ്ലി ലോജിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇത്രയും നേരം നിങ്ങൾ ലോജിക്കായിട്ട് ചെയ്ത ആളുകൾക്ക് ബേസിക്കലി ഇത് ലോജിക്കായിട്ട് ശരിയാക്കാൻ പറ്റും ഉത്തരം. 3 സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ കൊടുക്കാനുള്ള വലിയ ക്വസ്റ്റൻ ആയതുകൊണ്ട് സ്പേസ് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ ഇതാണ് ഇതിന്റെ ഓപ്ഷൻ, ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ ഓപ്ഷൻ. പക്ഷെ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിക്കേ, എന്താ ചെയ്യാൻ പറ്റുക. നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ഉത്തരം എടുക്കും? വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ഇതുവരെ ഉപയോഗിച്ച ലോജിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ ലോജിക്കായിട്ട് ഒരു സാധനം ചെയ്ത് നോക്കി. ഇപ്പൊ ഇട്ടതാണോ നന്ദ? ലാസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ്സ് ഇട്ടതാ സാർ, രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. ഞാൻ ഇത് തെറ്റാന്ന് വാദിക്കൽ, അൺലെസ് ആൻഡ് അണ്ടിൽ ഇഫ് യു ഹാവ് സംതിങ് ടു വാദിക്കൽ, തെറ്റാണെന്ന് വാദിക്കാൻ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ തെറ്റാന്ന് വാദിക്കാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ഫസ്റ്റ് തിയറി, ഫസ്റ്റ് റൂൾ ഓഫ് എലിമിനേഷൻ നമ്മൾ പഠിച്ചത്. പക്ഷെ വാദിക്കാൻ വേണ്ടി ബയാസ്ഡ് ആവരുത്, വെറുതെ ശരിയാണ് തെറ്റാന്ന് വാദിക്കാൻ എല്ലാ സിറ്റുവേഷൻ എല്ലാ വേർഡും ഒക്കെ എടുത്ത് നോക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കണ്ടെത്തുക. നിങ്ങളിത് എന്നും പ്രാക്ടീസ് ചെയ്യണേ. പ്രാക്ടീസ് ചെയ്താലേ സ്പീഡ് ആവുള്ളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇത് കണ്ണി പിടിച്ച് വരണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്, ശരിയാക്കി എടുക്കുക. അത് വെച്ചിട്ട് മാക്സിമം ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുക. പക്ഷെ ഭയങ്കര ജനറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ കോമൺ ആയിട്ടുള്ള സാധനം പറയുന്നുണ്ട്. ഞാൻ കണ്ടു. ബാക്കിയുള്ളവരൊന്ന് ചൂസ് ചെയ്തോട്ടെ കേട്ടോ. മഞ്ജു പറയുന്നു, ഇതൊന്നു തമ്മീമേ പറയടാ. നന്ദ എ പറഞ്ഞു. ബാക്കിയുള്ളവര് തമ്മീമേ പറഞ്ഞു. ബാക്കിയുള്ളവർ എ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എ പറയല്ലേ? മീൻസ് അങ്ങനെയല്ല, അതുകൊണ്ട് മാത്രം പറയല്ലേ. കിട്ടിയോ ബാക്കിയുള്ളവര്? തമ്മീമേ, ഗൗതമേ, ഗൗതം പോയാ? അർജുൻ, പതുക്കെ ആലോചിച്ച് ചെയ്താൽ മതി, ചെയ്തിട്ടേ പോകുന്നുള്ളൂ നമ്മള്. അർജുനെ, ഗൗതം, ഫൗസിയ പറഞ്ഞോട്ടോ, ആലിയ, മായ, ശ്രീഷ്മ, ആൻ. ലോജിക് ഒന്നും നിങ്ങൾ പറയണ്ട. പക്ഷെ നിങ്ങളുടെ ആൻസർ എന്താണെന്ന് നിങ്ങൾ വേറെ ഇട്ടുകൊണ്ട് പറയരുത്. നിങ്ങൾ ആൻസർ എന്താ നിങ്ങൾ പറയണം. ഇനി ഇടാത്ത കുറേ ഉണ്ടല്ലോ. ഓക്കെ ഫൈൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് മനസ്സിലായി. ആർട്ടിക്കിൾ 6 ഓഫ് ദ പാരീസ് അഗ്രിമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഫ്രീക്വന്റ്ലി ഡിസ്ക്ലോസ് ഓൺ ദ ഗ്ലോബൽ ഡിസ്കഷൻ ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്.
ഒന്ന് പാരീസ് എഗ്രിമെന്റിനെ പറ്റിയാണ് പറയുന്നത്. പാരീസ് എഗ്രിമെന്റ് എന്തിനെ പറ്റിയാണ്? നമുക്ക് ആർട്ടിക്കിൾ 6 മനസ്സിലായില്ലേ? ആർട്ടിക്കിൾ 6 എന്തിനെ പറ്റിയാന്ന് നമുക്ക് അറിയാലോ. അറിയോ? അറിയുന്നവരൊന്ന് കൈവക്കിക്കേ. അറിയാത്തവരൊന്നും സംശയം തന്നെ. നമുക്ക് അറിയില്ല, അതാണ് സത്യാവസ്ഥ. അപ്പൊ നമുക്കത് അറിയില്ല, അപ്പൊ നമ്മൾ അത് വിട്ട്. പക്ഷെ പാരീസ് എഗ്രിമെന്റ് എന്തിനെ പറ്റിയിട്ടാണ്? ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടാണ്. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻസ് കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായി. ഗ്ലോബൽ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. രണ്ടാം സ്റ്റേറ്റ്മെന്റ് ആർട്ടിക്കിൾ 6 വീണ്ടും പറയുന്നു പാരീസ് എഗ്രിമെന്റ് ആണ് സന്തോഷം. ഓൺ ക്ലൈമറ്റ് ചേഞ്ച് സെറ്റ് ഔട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് കാർബൺ മാർക്കറ്റ്സ്. കാർബൺ മാർക്കറ്റ്സിനെ പറ്റി പറയുന്ന പ്രിൻസിപ്പിൾസ് അതിനകത്ത് ഉണ്ട്. ഇതൊരു ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 6 ക്ലൈമറ്റ് മാർക്കറ്റിൽ പറയാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് അറിയില്ല, ഇപ്പോഴും അറിയില്ല ശരിക്കും പറഞ്ഞു. പക്ഷെ അറിയില്ല, ആർട്ടിക്കിൾ 6 അത് പറയുന്നില്ല എന്ന് വാദിക്കാൻ നമുക്കറിയോ? ഒരു പോസിബിലിറ്റിയും ഇല്ല. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 6 എന്താണെന്ന് അറിയണം. പക്ഷെ എനിക്ക് ആർട്ടിക്കിൾ 6 എന്താണെന്ന് അറിയില്ല, അത് തെറ്റാന്ന് വാദിക്കാൻ എൻ്റെ ഒന്നുമില്ല. അവിടെ ഇട്ടു. UPSC ഞാൻ ആർട്ടിക്കിൾ 6 എന്താണെന്ന് അറിയണം എന്ന് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവോ? ചാൻസ് അതും കുറവല്ലേ, വളരെ സ്പെസിഫിക് അല്ലേ. കിടക്കട്ടെ. ആർട്ടിക്കിൾ 6 ഓഫ് ദ പാരീസ് എഗ്രിമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഇന്റൻഡഡ് ടു പ്രൊമോട്ട് ഇന്റർ കൺട്രി ആൻഡ് നോൺ മാർക്കറ്റ് സ്ട്രാറ്റജീസ് ടു റീച്ച് ദെയർ ക്ലൈമറ്റ് ടാർഗറ്റ്. ഒന്ന് ഇന്റർ കൺട്രി, നോൺ മാർക്കറ്റ് സ്ട്രാറ്റജി റീച്ച് ഔട്ട് ടു ദെയർ ക്ലൈമറ്റ് ടാർഗറ്റ്. രണ്ടും മാർക്കറ്റിന്റെ, കാർബൺ മാർക്കറ്റിനെ പറ്റി പറയുന്നു. കാർബൺ മാർക്കറ്റ് ഇന്റർ കൺട്രിയാന്ന് നിങ്ങൾക്ക് അറിയാം. നോൺ മാർക്കറ്റ് സ്ട്രാറ്റജീസും അതിനകത്ത് ഉണ്ടാവാം. അതിനകത്ത് ക്ലൈമറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനാന്ന് പറയുന്നു. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കറക്റ്റ് ആണ്. ഇവിടെ നിന്ന് ഈ സാധനം നമുക്ക് അറിയില്ല. ഒഴിവാക്കി കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 6 ഒഴിവാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും കോൺട്രാഡിക്ടറീസ് ഉണ്ടോ? എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ട് ഇതിനകത്ത്? ഇല്ല. ഇതിലും നെഗറ്റീവ് ഇല്ല. ഒരു ആർട്ടിക്കിൾ ആണ്, രണ്ടും ആർട്ടിക്കിൾ ആണ്, രണ്ടും നെഗറ്റീവിനെ പറ്റി സംസാരിക്കുന്നില്ല, രണ്ടും റീസൺ ആയിട്ട് പറയുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ആൻസർ എന്തായിരിക്കും? എ തന്നെയായിരിക്കും ആൻസർ. ഇവിടെ വേറെ ലോജിക്ക് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ആർട്ടിക്കിൾ 6 എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അത് വളരെ സ്പെസിഫിക് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ തെറ്റാണെന്ന് വാദിക്കാൻ നമ്മളിലില്ല. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ തെറ്റിപ്പോയാലും എന്ത് ചെയ്യും? ഇനി ആർട്ടിക്കിൾ 6 ഇതാണ് നമ്മൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ. സാർ ആർട്ടിക്കിൾ 6 ആയിരുന്നില്ല, ആർട്ടിക്കിൾ 7 ആയിരുന്നു. UPSC 7 എന്നുള്ളത് മാത്രം മാറ്റി. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് മൊത്തം വെച്ചു. ഇതെല്ലാം 7 ആയി. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റിയില്ലേ? ആൻസർ എന്തായിരിക്കും? D ആയിരിക്കും. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആർ റോങ് എന്നുള്ളതായിരിക്കും. പക്ഷെ 7 അല്ല എന്ന് വാദിക്കാൻ നമുക്ക് അറിയോ? ഇല്ല. അപ്പൊ ഇത് തെറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലായിടത്തും തെറ്റും. ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ലോജിക്കലി പോകുന്ന ശരിയാവുന്നുണ്ടെങ്കിൽ ആ ബോധമുള്ളവരൊക്കെ ശരിയാവും. അല്ലെങ്കിൽ ഇതെല്ലായിടത്തും തെറ്റാനാണ് ചാൻസ് കൂടുതൽ. ഇത് ആർട്ടിക്കിൾ 7 ആർക്കും അറിയാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഇതെല്ലാവർക്കും തെറ്റിയാലും യു നെവർ ഗോയിങ് ടു ബി ഔട്ട് ഓഫ് പ്രിലിംസ്. ദാറ്റ് ഈസ് ദ റിയൽ റിസ്ക് യു ആർ ഗോയിങ് ടു ടേക്ക്. റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി. ഇത് തെറ്റിയതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്രിലിംസിന്റെ പുറത്താവില്ല. കാരണം ഇത് മോസ്റ്റ് ഓഫ് ദ പീപ്പിളിന് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ലോജിക്ക് വെച്ച് ചെയ്തില്ലെങ്കിൽ. അല്ല നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തെറ്റും. കാരണം ഇതിനകത്ത് കൊടുക്കാതിരിക്കാൻ വേറൊരു പോസിബിലിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം മാത്രം കൊടുക്കാനുള്ള നോളജേ ഉള്ളൂ. ഇത് തെറ്റാന്ന് വാദിക്കാൻ ഫാക്ച്വലി എനിക്കറിയില്ല, ഇത് തെറ്റാന്ന് വാദിക്കാൻ എനിക്കറിയില്ല. അപ്പം ഐ ക്യാൻ ഓൺലി ടേക്ക് ശരി. രണ്ടും കൺസിസ്റ്റന്റ് ആണ്, എല്ലാം കൺസിസ്റ്റന്റ് ആണ്. അപ്പൊ കൊടുക്കുക. C ആയി കൊടുത്താലോ? ഇനി തെറ്റാണെങ്കിലോ? അതാണല്ലോ പോസിബിലിറ്റി. ദാറ്റ് മീൻസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിളിനെ അത് തെറ്റായിരിക്കും. ലോജിക്കലി ചിന്തിച്ച് എല്ലാവരും ഇത് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ദാറ്റ് മീൻസ് ലോജിക്കലി ചിന്തിച്ച് എല്ലാവർക്കും അത് നെഗറ്റീവ് മാർക്ക് വരും, നിങ്ങൾക്കും നെഗറ്റീവ് മാർക്ക് വരും. കട്ട് ഓഫിൽ അത് താഴോട്ട് വരാം. CSAT ഒഴിവാക്ക്, കട്ട് ഓഫിൽ താഴോട്ട് വരാം എന്നുള്ള പോസിബിലിറ്റി മാത്രമേ എവിടെയുള്ളൂ. അപ്പം ആ റിസ്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എക്സാമിൽ എടുക്കണം എന്നുള്ളതാണ്. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? മനസ്സിലായോ? ആ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതിനകത്ത് വേറെ ലോജിക് ഒന്നുമില്ല. ഐ എം ജസ്റ്റ് ഗിവിംഗ് യു. പക്ഷെ നിങ്ങൾ എല്ലാം അത് കറക്റ്റ് ആക്കിയാൽ, നിങ്ങൾ സ്വയം കറക്റ്റ് ആക്കിയാണെങ്കിൽ വിച്ച് ഇസ് വെരി ഗുഡ്. ഓക്കെ, ആളുകൾ ഇട്ടോണ്ട് ഇട്ടല്ലോ അല്ലെ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി നമുക്ക് റീസൺ ആൻഡ് എഫക്ട്സിന്റെ ക്വസ്റ്റ്യൻസ് കൂടി കുറച്ചുകൂടി ചെയ്യാം. അതാ ഒരു A ആണോ B ആണോ എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പൊ മാക്സിമം നാളെ എല്ലാവരും ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ഇതുകൊണ്ടാണ് ബേസിക്കലി നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഒരിക്കലും കിട്ടില്ല. വീഡിയോ കാണാനാണെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് യൂട്യൂബ് വീഡിയോ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വീഡിയോസ് പൊതുവെ ഇല്ലാന്ന് തോന്നുന്നു. പൊതുവെ എല്ലാവരും വെറുതെ ക്വസ്റ്റ്യൻസ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ദർ ആർ ലോട്ട് ഓഫ് വീഡിയോസ്, ദർ ആർ ലോട്ട് ഓഫ് ടെക്നിക്സ്. ബട്ട് അവർ ഐഡിയ എൻ്റയർലി എന്താണ്? നിങ്ങൾ അത് ചെയ്യാന്നുള്ളത് മാത്രമാണ്. വീഡിയോ കാണിച്ചു തരലല്ല. വെറുതെ എലിമിനേറ്റ് ചെയ്ത് വേണമെങ്കിൽ എനിക്ക് പെട്ടെന്ന് കാണിച്ചു തരാം. സോ ദാറ്റ് ഇസ് നോട്ട് അവർ ഐഡിയ. യു ഷുഡ് ഡു ഇറ്റ്. ഓക്കെ, അപ്പൊ ഇത് ബാക്കിയുള്ള ടെസ്റ്റ് സീരീസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണേ. എല്ലാത്തിലും അപ്ലൈ ചെയ്യണം കേട്ടോ. ടെസ്റ്റ് സീരീസിൽ ചിലപ്പോൾ എല്ലാ ടെസ്റ്റ് സീരീസും ലോജിക്കലി അല്ല ഉണ്ടാക്കുക. കാരണം ടെസ്റ്റ് സീരീസിന്റെ ഉദ്ദേശം ലോജിക്ക് നിങ്ങൾ ചെയ്യാന്ന് മാത്രമല്ല, കണ്ടന്റ് പഠിപ്പിക്കുക. ടെസ്റ്റ് സീരീസിൽ മാർക്ക് കുറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. കാരണം ടെസ്റ്റ് സീരീസിന്റെ ഉദ്ദേശം കണ്ടന്റ് കൂട്ടുക,
എന്നുള്ളതുകൂടി ഉണ്ട്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ ചോദിച്ചാലാണ് ടെസ്റ്റ് സീരീസ് നന്നാവുക എന്നുള്ള വിചാരം നിങ്ങൾക്കുണ്ട്. അപ്പൊ അങ്ങനെയും കുറച്ച് ടഫാണ് കാനൊക്കെ എന്ത് ചെയ്യും, ആളുകൾ ശ്രമിക്കും. അതായത് തുടക്കത്തിൽ എല്ലാവരും ടഫ് ടെസ്റ്റ് എടുക്കും, പക്ഷെ ടുവേർഡ്സ് എൻഡ് എല്ലാവർക്കും ഈസി ടെസ്റ്റ് വേണം. കാരണം ആ കംഫർട്ടബിലിറ്റി ആണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ടെസ്റ്റ് സീരീസിൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും തുടക്കത്തിൽ കുറച്ച് ടഫ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതിന് ജോയിൻ ചെയ്യും. ഈസി ആവുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, കൂടുതൽ ആളുകൾ അവസാനം ഈസി ടെസ്റ്റേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടും അത് ഈസിയാക്കി കൊടുക്കും, കോൺഫിഡന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് 80 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വറീഡ് ആവണ്ട. ബിക്കോസ് 100 ക്വസ്റ്റിനും ആർട്ട് ആൻഡ് കൾച്ചറാണ്. UPSC 100 ക്വസ്റ്റിനും ആർട്ട് ആൻഡ് കൾച്ചർ അല്ല ചോദിക്കുന്നത്, 6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അതിൽ 4 എണ്ണം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതും 2 എണ്ണം തൊടാൻ പറ്റാത്ത ക്വസ്റ്റ്യനും ആയിരിക്കും. ഇറ്റ്സ് ഓക്കെ, 2 എണ്ണം തൊടണ്ട. നിങ്ങൾ ഇപ്പൊ ബുദ്ധിസത്തെ പറ്റിയൊക്കെ ചില ചോദിക്കുന്നു, തൊണ്ട. അപ്പൊ ഈ 6 ക്വസ്റ്റിന് 4 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർട്ട് ആൻഡ് കൾച്ചറിൽ 80 മാർക്ക് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നത്. ഇപ്പൊ ദിസ് ഈസ് നോട്ട് എ റിയൽ ടെസ്റ്റ് ഓഫ് UPSC. ബട്ട് വാട്ട് യു ഷുഡ് എൻഷുർ, NCERT ബേസ്ഡ് ആയ ക്വസ്റ്റ്യൻസ്, ലോജിക്കലി ക്വസ്റ്റ്യൻസ്, എല്ലാവരും ശരിയാക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ തെറ്റിയിട്ട് ആർക്കും ശരിയാക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിയാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു 80 മാർക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ യു വിൽ ഫെയിൽ പ്രിലിംസ്. ഈവൻ 100 മാർക്ക് നിങ്ങൾക്ക് വന്നു, പക്ഷെ നിങ്ങൾ എന്താണ്, ഭയങ്കര നോളജ്, അടിപൊളി നോളജ് വെച്ച് കാണാതെ പഠിച്ച് ചെയ്തു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, എലിമിനേഷൻ അല്ല, ജനറൽ ക്വസ്റ്റ്യൻസ് ഒന്നല്ല, നിങ്ങൾ ഭയങ്കര സ്പെസിഫിക് നോളജ് വെച്ച് മാത്രം ചെയ്തെങ്കിൽ ഈവൻ യു ആർ ഗെറ്റിംഗ് 120, most likely you will fail prelims. You might have seen many students who are at the top of test series പൊതുവെ സ്കോർ മേടിക്കുന്ന കുറെ ആളുകൾ പ്രിലിംസ് തോൽക്കാറുണ്ട്. കാരണം നോളജ് ഓവർലോഡഡ് ആകുമ്പോൾ പ്രിലിംസ് തോൽക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം നോളജ് ഇന്റൻസ്ഡ് ആയി 80-90 ഉള്ള ആളുകൾ ഇടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, പെട്ടെന്ന് കയറി പോകാറുണ്ട്. സോ ഐ എം നോട്ട് സെയിങ് ദാറ്റ് നിങ്ങൾക്ക് 120 കിട്ടുവാണെങ്കിൽ മോശം എന്നല്ല. എങ്ങനെയാണ് 120 ഈസ് നോട്ട് എ കട്ട് ഓഫ്, നിങ്ങൾ ക്രൈറ്റീരിയ അല്ല. എങ്ങനെ എനിക്ക് 120 കിട്ടി എന്നുള്ളതായിരിക്കണം ക്രൈറ്റീരിയ. അത് ലോജിക്കൽ ക്വസ്റ്റ്യൻസും സിമ്പിൾ ക്വസ്റ്റ്യൻസും NCERT ക്വസ്റ്റ്യൻസും തെറ്റിച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിയാക്കിയിട്ടാണ് 120 കിട്ടിയെങ്കിൽ യു വിൽ ബി ഫെയിലിംഗ് ഇൻ പ്രിലിംസ്. ബിക്കോസ് UPSC അത് ചോദിക്കാൻ പോകുന്നില്ല. UPSC is going to ask simple NCERT logic based questions and few 10 tough questions which you may not able to correct it, or you will correct it some. That's okay. That's the key idea. So we'll see you tomorrow. Okay, thank you. Questions itteka. Good night. Thank you.